വെൽക്കം ടു ജിയോ ഡയസ് അക്കാഡമി. നമ്മൾ ഇപ്പോൾ NCERTയുടെ ക്ലാസ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏൻഷ്യൻ ഹിസ്റ്ററി എന്നാണ്. ക്ലാസ് 6 ചാപ്റ്റർ 1 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സംശയമില്ലല്ലോ, ഫുൾ ക്ലിയർ അല്ലേ? ഞാൻ എൻ്റെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. ഒരു മടിയും പാടില്ല, കറക്റ്റായിട്ട് ചോദിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചാപ്റ്റർ 2ലേക്ക് പോവാം. ഫ്രം ഹണ്ടിങ് ഗ്യാതറിങ് ടു ഗ്രോയിങ് ഫുഡ്. സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ടിരിക്കല്ലേ? ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം വേട്ടയാടി അല്ലെങ്കിൽ ഹണ്ടിങ്ങിലൂടെയൊക്കെയാണ് ആൾക്കാർ ജീവിച്ചത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഹണ്ടിങ്ങിലൂടെ നടന്ന ഈ ആൾക്കാർ എങ്ങനെയാണ് കൃഷിയിലേക്ക് മാറിയത്, എങ്ങനെയാണ് അവർ അഗ്രികൾച്ചറിലേക്ക് മാറിയത്, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഈ കാണുന്ന പയ്യനെ കണ്ടോ? പുള്ളിക്കാരൻ്റെ പേര് തുഷാർ എന്നാണ്. എന്താണ്? തുഷാർ. ഈ പേരൊന്നും ചെന്ന് പഠിച്ചു വെക്കല്ലേ, ഞാൻ ജസ്റ്റ് നമ്മളൊരു സ്റ്റോറി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ തുഷാർ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ കഥയിലൂടെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യാണ്? പുള്ളിക്കാരൻ്റെ കസിൻ്റെ കല്യാണം കൂടാനായിട്ട് ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുക. വേറെ ഒന്നിലും അല്ല, ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഈ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പുള്ളി ഇങ്ങനെ പുറത്തുള്ള കാഴ്ചയൊക്കെ കണ്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ അങ്കിൾ ഒരു കാര്യം പറഞ്ഞു, തുഷാർ നീ അറിയുന്നുണ്ടോ, നമ്മൾ ഈ പോകുന്ന ട്രെയിനുകൾ വന്നിട്ട് വെറും 150 വർഷം ആയിട്ടുള്ളൂ എന്ന്. ബസ്സുകളാണെങ്കിൽ വന്നിട്ട് ആകെ കുറച്ച് പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അങ്കിൾ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ തുഷാറും ചിന്തിച്ചു, ഓഹോ, ട്രെയിനും ബസ്സൊക്കെ വരുന്നതിന് മുമ്പ്, ഇതൊക്കെ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ആളുകളൊക്കെ എങ്ങനെയായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക? നമ്മളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുമോ? നമ്മളാണെങ്കിൽ അങ്കിൾ അങ്ങനെ പറഞ്ഞു അതിന് എന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ തുഷാർ അങ്ങനെ ചിന്തിച്ചില്ല. തുഷാർ ഇസ് ലൈക്ക് ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക. ക്യൂരിയോസിറ്റി ഉള്ള പയ്യനാണേ. അപ്പം അവൻ എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെയാ അവർ ജനിച്ച സ്ഥലത്ത് തന്നെ ആയിരിക്കുമോ മരിക്കുന്നവർ നിന്നിട്ടുണ്ടാവുന്നേ? അല്ല, അങ്ങനെ നിൽക്കാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ പണ്ടത്തെ മനുഷ്യർ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ പോലെ സുഖകരമായിട്ടുള്ള യാത്രയൊന്നുമല്ല. ട്രെയിനിലോ ബസ്സിലോ കാറിലോ അങ്ങനൊന്നും അല്ല. അപ്പം എന്തിനാണ് യാത്ര ചെയ്തത്, എങ്ങനെയാണ് യാത്ര ചെയ്തത്, എങ്ങനെയൊക്കെ അവർ ജീവിച്ചിരുന്നേ? ഇതൊക്കെയാണ് തുഷാറിൻ്റെ ഡൗട്ട്. അപ്പോൾ ഈ തുഷാറിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെയാണ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തുഷാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയാണല്ലേ അപ്പോൾ കാര്യങ്ങളെന്ന്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. നോക്കിയേ, ദ ഏർലിയസ്റ്റ് പീപ്പിൾ വൈ വേർ ദേ ഓൺ മൂവ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ആലോചിക്കുന്നത് ഈ ഒരു 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 2 മില്യൺ ഇയേഴ്സ് എഗോ നമ്മൾ ഈ ഈ ഒരു സബ് കോണ്ടിനെൻറ്റിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സബ് കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ ഈ ഉപഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പോൾ അവർ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? അവർ നമ്മൾ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. എന്താ വിളിച്ചിരുന്നത്? ഹണ്ടർ ഗ്യാദറേഴ്സ്, അല്ലെങ്കിൽ വേട്ടയാടി ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയാണ് നമ്മൾ അവരെ വിളിച്ചിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് ആ ഒരു പേര് വന്നേ? എന്തുകൊണ്ടായിരിക്കും? കാരണം അവർ ഭക്ഷണം കണ്ടെത്തിയിരുന്ന രീതി അതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവർ ഹണ്ടർ ഗ്യാദറേഴ്സ്. കാരണം അവർ ഹണ്ട് ചെയ്ത് മൃഗങ്ങളെ കഴിക്കും, അതുപോലെ കാട്ടിലൊക്കെ പോയി പഴങ്ങളൊക്കെ ശേഖരിച്ച് അത് കഴിക്കും. അപ്പോൾ അവർ ഗ്യാദറേഴ്സും ആണ് ഹണ്ടേഴ്സും ആണ്. അതുകൊണ്ട് നമ്മൾ അവരെന്ത് വിളിക്കും? അതുകൊണ്ട് നമ്മളവരെ ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ അവർ കാട്ടുമൃഗങ്ങളെയൊക്കെ വേട്ടയാടി മീനൊക്കെ പിടിച്ച് പക്ഷികളെയൊക്കെ പിടിച്ച് ഒപ്പം എന്ത് ചെയ്യും? കാട്ടിലെ പഴങ്ങളും അല്ലെങ്കിൽ ബാക്കി കിഴങ്ങുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശേഖരിച്ച് ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ അവർ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ല. അവരെപ്പോഴോ യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എപ്പോഴും യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പം അതിന് എന്തൊക്കെയായിരിക്കും കാരണങ്ങൾ? എന്തിനായിരിക്കും അവരിങ്ങനെ, അവർക്ക് ഒരിടത്തങ്ങ് നിന്നാൽ പോരെ, അവരെന്തിനാ ഇങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരുന്നേ? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? എന്തായിരിക്കും ആ കാരണം? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് എക്സോഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് അവരുടെ റിസോഴ്സുകൾ അല്ലെങ്കിൽ അവരുടെ വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു? തീർന്നു പോകുന്നുണ്ടല്ലേ. ആദ്യത്തെ കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അത് വളരെ ലളിതമായ ഒരു കാരണമാണ്. നമ്മളിപ്പം ഒരേ സ്ഥലത്ത് തന്നെ കുറേ കാലം താമസിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? അവിടുത്തെ ചെടികളും പഴങ്ങളും മൃഗങ്ങളും ഒക്കെ നമ്മൾ കഴിച്ച് തീർക്കും. അപ്പോൾ ഭക്ഷണം ഇല്ലാതാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പുതിയ ഫുഡ് സോഴ്സുകളെ, പുതിയ ഭക്ഷണ സ്രോതസ്സുകളൊക്കെ തേടി എന്ത് ചെയ്യും? അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവേണ്ടി വരും. നമ്മളാണെങ്കിലും നമ്മുടെ നമ്മൾ നിൽക്കുന്ന ഫുഡ് തീർന്ന് നമ്മൾ എന്ത് ചെയ്യും? വേറെ വഴിയില്ല, നമ്മൾ പോയേ പറ്റൂ അല്ലേ. അപ്പോൾ അങ്ങനെ പോയ ആൾക്കാരാണ് ചില ആൾക്കാർ. ഫുഡ് തീരുമ്പോൾ ചില ആൾക്കാരെന്നല്ല, ആദ്യമൊക്കെ അങ്ങനെ പോകുന്നത് ഒരു റീസൺ ആയിരുന്നു. ഒന്നെങ്കിൽ അവിടുത്തെ ഫുഡ് തീർന്നു പോയി, അവിടുത്തെ റിസോഴ്സുകൾ തീർന്നു പോയി. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ വേറെ സ്ഥലം അന്വേഷിച്ച് പോകും.
രണ്ടാമത്തെ റീസൺ എന്താ എഴുതിയേക്കുന്നേ, വായിച്ചു നോക്കിയേ. അതായത് ആനിമൽസിന്റെ മൂവ്മെന്റ് ആണ് അല്ലേ. രണ്ടാമത്തെ കാരണം അവർ വേട്ടയാടിയിരുന്ന മൃഗങ്ങൾ അവരെന്ത് ചെയ്യത്തില്ല, ഒരിടത്തൊന്നും നിൽക്കത്തില്ല. മൃഗങ്ങളല്ലേ, അവർക്ക് ബോറടിക്കുമ്പോൾ അവർ ഓടി ഓടി എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും. അവർ ഓടി പോകുമ്പോൾ നമുക്കും അവിടെ നിൽക്കാൻ തോന്നും, നമ്മൾ അവരുടെ പുറകെ പോകും. അതാണ് സംഭവിക്കുന്നത്. അതായത് ഈ മാനും അല്ലെങ്കിൽ കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങൾ ഇവർ പുല്ലും ഇലകളും ഒക്കെ തേടി എന്ത് ചെയ്യും, ദൂരേക്ക് യാത്ര ചെയ്യും. അപ്പം അതുപോലെ വന്യമൃഗങ്ങൾ അവയുടെ ഇരയെ തേടി പോകും. അപ്പം ഈ മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന മനുഷ്യർക്കും അവയെ പിന്തുടർന്ന് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. സോ രണ്ട് കാരണം നമ്മൾ പറഞ്ഞല്ലേ, ഒന്ന് എക്സോഷൻ ഓഫ് റിസോഴ്സസും ഉണ്ട്, രണ്ട് എന്താണ്, ആനിമൽസിന്റെ മൂവ്മെന്റ് ഉണ്ട്. മൂന്നാമത്തെ ഒരു റീസൺ എന്താ നോക്കിയേ. മൂന്നാമത്തെ എന്താ അവർ എഴുതിയേക്കുന്ന കാരണം കഴിച്ചു നോക്കിയേ. സീസണൽ ചേഞ്ച് അല്ലേ, ഡിഫറെൻറ്റ് സീസൺ കാരണം ഉണ്ടാവുന്നത് അല്ലേ. എന്താണ്, അതായത് മൂന്നാമത്തെ കാര്യം ചെടികളാണ്. മെയിൻലി ചെടികൾ കാരണമാണ് ഇത് വരുന്നത്. എല്ലാ ചെടികളും എല്ലാ കാലത്തും കഴിക്കുമോ? എല്ലാ കാലത്തും നമ്മുടെ വീട്ടിലൊരു മാവുണ്ട്, എപ്പോൾ നോക്കിയാലും മാവിൽ മാങ്ങ ഉണ്ടാവുമോ? ഇല്ല. ചിലത് സീസണിൽ മാത്രമേ ഒരു മാങ്ങ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം അതുപോലെ എല്ലാ കാലത്തും എല്ലാ ചെടികളും കായ്ക്കത്തില്ല. ചിലത് വേനൽക്കാലത്ത് കായ്ക്കും, ചിലത് എന്ത് ചെയ്യും, മഴക്കാലത്തായിരിക്കും കായ്ക്കുന്നത്. അതുകൊണ്ട് ഓരോ സീസണിലും ലഭിക്കുന്ന പ്രത്യേക പഴങ്ങളും ഭക്ഷണവും തേടി അവരെന്ത് ചെയ്യും, ഓരോ പ്രദേശങ്ങളിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് എന്ത് ചെയ്യും, മാറി താമസിക്കും. അപ്പം അതാണ് മൂന്നാമത്തെ കാരണം. ഓക്കെ, ഇനി അടുത്ത റീസൺ എന്താ നോക്കിയേ. നാലാമത്തെ റീസൺ സെർച്ച് ഫോർ വാട്ടർ. അതായത് എന്താ, വെള്ളം ഒരു വലിയ ആവശ്യമാണല്ലേ. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം എന്താണ്, വെള്ളമാണ് അല്ലെങ്കിൽ വാട്ടറാണ്. അപ്പം മനുഷ്യനാണേലും മൃഗമാണേലും ചെടിയാണെങ്കിലും ഒക്കെ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നദികളിലും തടാകങ്ങളിലും ഒക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വെള്ളം ലഭിക്കുന്നത്. അപ്പം ചില നദി എന്ന് പറഞ്ഞാൽ പെരിനിയൽ റിവേഴ്സാണ്. അതായത് പെരിനിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വർഷം മുഴുവനും വെള്ളം ഉണ്ടാവും. എന്നാൽ ചില നദികൾ എന്താ, സീസണൽ റിവേഴ്സാ. അതെന്താ അർത്ഥമാക്കുന്നത്, വേനൽക്കാലം ആകുമ്പോഴത്തേനും അതെന്ത് ചെയ്യും, അത് വറ്റിപ്പോവും. അപ്പം ചിലത് പെരിനിയൽ റിവേഴ്സ് ആണ്, ചിലത് സീസണൽ റിവേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ഒക്കെ എന്താ, പെരിനിയൽ ആണോ സീസണൽ ആണോ അറിയോ? ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചില പെരിനിയൽ റിവേഴ്സും ഉണ്ട്, സീസണൽ റിവേഴ്സ് ഉണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് വറ്റിപ്പോകുന്നത് സീസണലാണ്. അപ്പോൾ ഈ നദീതീരത്ത് താമസിക്കുന്നവർക്ക് കുടിവെള്ളം തേടി എന്ത് ചെയ്യേണ്ടി വരും, ദൂരേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് റിസോഴ്സ് എക്സോസ്റ്റഡ് ആവുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ആനിമൽസ് മൂവ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എന്താ, സീസൺസിലുള്ള ഡിഫറൻസ് ആണ്. അടുത്തത് എന്താ, അതായത് എന്താ നമ്മൾ പറഞ്ഞേ, വെള്ളം വേണമെങ്കിൽ നമുക്ക് റിവേഴ്സ് വേണം. റിവേഴ്സ് പറ്റി പോകുന്ന സമയത്ത് അവർ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പം ഇതാണ് ആ 4 കാരണങ്ങൾ. അടുത്ത നോക്കിയേ, ഹൗ ഡു വി നോ അബൌട്ട് ദി പാസ്റ്റ്. പാസ്റ്റിനെ പറ്റി നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ തെളിവുകളൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ മനുഷ്യനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കണ്ടെത്താൻ അതായത് വസ്തുക്കൾ നമ്മൾ കണ്ടെത്തും. എന്നിട്ടാണ് നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഓർമ്മയില്ലേ അതൊക്കെ? ഇൻസ്ക്രിപ്ഷൻസും മാനുസ്ക്രിപ്റ്റ്സ് ആർക്കിയോളജി എന്നൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? ഓക്കെ, അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്യും, ഇവർ നിർമ്മിച്ചതും അല്ലെങ്കിൽ ഉപയോഗിച്ചതുമായിട്ടുള്ള ചില ഉപകരണങ്ങളൊക്കെ ഈ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 തരം വസ്തുക്കളാണ്, അല്ലെങ്കിൽ വസ്തുക്കൾ കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഏതൊക്കെയാത്? ഈ ഇപ്പം കല്ല്, അതായത് സ്റ്റോൺ, പിന്നെന്താ മരമില്ലേ, മരത്തിൻ്റെ വുഡ് അല്ലെ ബോൺ, ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇതിൽ മരവും എല്ലും കാലപ്പഴക്കവും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യും, നശിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ കല്ല് കൊണ്ടുള്ള ആയുധങ്ങൾ എന്നും എന്ത് ചെയ്യും, കേടുപാടുകൾ കൂടാതെ നമുക്ക് ലഭിക്കും. ഓക്കെ അല്ലേ? സോ അതാണ് എഴുതിയിരിക്കുന്നത്. ആർക്കിയോളജിസ്റ്റുകൾ ചില സാധനങ്ങൾ, ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് ഒക്കെ യൂസ് ചെയ്ത സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റോൺ, വുഡ്, ബോൺസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ സ്റ്റോൺ ടൂളുകളൊക്കെ നമ്മൾ എന്തിനുപയോഗിക്കും, ഈ കല്ലായുധങ്ങൾ വെറുതെ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ലായിരുന്നു. ഓരോന്നിനും ഒരു പ്രത്യേക ഉപയോഗം ഉണ്ടായി. നമ്മൾ ഏതൊരു സാധനമാണെങ്കിലും അതിനൊരു യൂസ് ഉണ്ടാവില്ല. യൂസ് ഇല്ലാത്ത ഏതെങ്കിലും സാധനം ഉണ്ടോ? ഒരു കുഞ്ഞു സാധനത്തിനാണെങ്കിലും അതിന് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും അല്ലേ? നമ്മളെല്ലാം അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് എന്തോരം ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ യൂസ്ലെസ് ആണ്, എനിക്കൊരു എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല നമ്മൾ വിചാരിക്കും അല്ലേ? അങ്ങനെയല്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടാവും. അതുപോലെ ഈ പറയുന്ന സാധനങ്ങൾക്ക് എന്തുണ്ട്, ഒരുപാട് യൂസുകളുണ്ട്. ഇപ്പം നമ്മൾ കല്ല് കട്ടിങ്ങിന് യൂസ് ചെയ്യാറില്ലേ? ഇപ്പം മാംസവും എല്ലും ഒക്കെ മുറിക്കാൻ അല്ലെങ്കിൽ മൂർച്ചയുള്ള കല്ലുകൾ നമ്മൾ ഉപയോഗിക്കാറില്ലേ? അതുപോലെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്ക്രാപ്പിങ്ങിന് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സ്ക്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്നാ,
ചീകി എടുക്കത്തില്ല, നമ്മളിങ്ങനെ ചീകി എടുക്കൂലേ, അതാണ് ഈ സ്ക്രാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മരത്തിൻ്റെ തൊലി ഉരിക്കാനാണെങ്കിലും മൃഗങ്ങളുടെ ചർമ്മം, അത് ഹൈറ്റ്സ് എന്ന് പറയും, അത് വൃത്തിയാക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റോൺസ് യൂസ് ചെയ്യായിരുന്നു. പിന്നെ വേറെന്തിനു യൂസ് ചെയ്യും, ചോപ്പിംഗ് ഉണ്ട്, ചോപ്പിങ്ങിന് യൂസ് ചെയ്യുമോ? ചോപ്പിങ്ങിന് യൂസ് ചെയ്യും. ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അരിയുന്നത് നമ്മൾ ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പഴങ്ങളും കിഴങ്ങുകളും ഒക്കെ അരിയാൻ ഇവർ കല്ലുകൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ചെറിയ കല്ലുകൾ മരത്തിൻ്റെയോ എല്ലിൻ്റെയോ പിടിയിൽ ഘടിപ്പിച്ച് കുന്തങ്ങളും അമ്പുകളും അവർ നിർമ്മിക്കും. ഇത് എന്നിട്ടും വേട്ടയാടൽ കൂടുതൽ അവർക്ക് എളുപ്പമാക്കി കൊടുക്കും, ഹണ്ട് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ചും കൂടെ ഈസി ആക്കി കൊടുക്കും. അതായിരുന്നു ഈ സ്റ്റോൺസിൻ്റെ യൂസ്. നമ്മൾ എഴുതുന്നുണ്ടോ, മീറ്റും ബോണും കട്ട് ചെയ്യുക, ബാർക്ക് സ്ക്രാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആനിമൽ സ്കിന്ന് അത് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്യുക, റൂട്ട്സ് ചോപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ സ്പിയർ ആൻഡ് ആരോ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, എന്ത് യൂസ് ചെയ്യുക, സ്റ്റോൺ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മുടെ ഈ വുഡിൻ്റെ യൂസ് എന്താ? വുഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വുഡ് എന്തിനാണ് യൂസ് ചെയ്യുക? ഇപ്പം കല്ല് മാത്രമല്ല, മരവും അവർക്ക് വളരെ പ്രധാനപ്പെട്ടായിരുന്നല്ലേ. ഇപ്പം മരം മുറിക്കാനും അവർ കല്ലായുധങ്ങളൊക്കെ ഉപയോഗിക്കത്തില്ലേ? അപ്പോൾ ഫയർവുഡ്, ഇപ്പം തീ കത്തിക്കാൻ വിറകായിട്ട് മരം ഉപയോഗിക്കും. പിന്നെ താമസിക്കാനുള്ള കുടിലൊക്കെ നിർമ്മിക്കാൻ അല്ലെ ആയുധങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവരെന്ത് ചെയ്യും, മരം ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് വുഡിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇനി നോക്കി സ്പെഷ്യൽ യൂസുകളാണ് നമ്മൾ പറയുന്നത്. കുറച്ച് സ്പെഷ്യൽ യൂസസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഡിഗ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം മണ്ണിൻ്റെ അടിയിലുള്ള കിഴങ്ങൊക്കെ ഇത് കുഴിച്ചെടുക്കണം. നല്ല കൂർത്ത കല്ലുകൾ ആവശ്യമാണ്. അതാണ് നമ്മൾ ഡിഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനവർ യൂസ് ചെയ്യായിരുന്നു. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട്, ഒരു വാവ് ഫാക്ടർ എന്ന സാധനമാണ് ഈ പറയുന്നത് സ്റ്റിച്ചിങ് ക്ലോത്ത്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും മൃഗങ്ങളുടെ ചർമ്മം കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുമ്പം അത് തുന്നി ചേർക്കാനായിട്ട് നമ്മൾ സൂചി പോലെ മൂർച്ചുള്ള കല്ലുകൾ യൂസ് ചെയ്യായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റും നമ്മൾ ഈ കല്ലൊക്കെ ഉപയോഗിച്ച് തയ്ക്കുന്നതൊക്കെ. നമുക്കതൊരു വാവ് ഫാക്ടർ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് തോന്നില്ലേ? അതുപോലെ അന്നത്തെ ആൾക്കാർ ആനിമൽ സ്കിന്നൊക്കെ വെച്ചിങ്ങനെ അവർ ആനിമലിൻ്റെ സ്കിന്നുള്ള ഡ്രസ്സാണല്ലോ അവർ ഇട്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ തുന്നാൻ വേണ്ടിയിട്ട് അവർ ഈ പറയുന്ന കല്ല യൂസ് ചെയ്തിരുന്നത്. നമുക്കൊരു ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമല്ലേ അത്. ഓക്കെ. അപ്പോൾ അതിനുമൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന സ്റ്റോണും വുഡും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാരിറ്റി വന്നോ ആ കാര്യങ്ങളിലൊക്കെ? ക്ലിയർ അല്ലേ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറയുന്ന ഹണ്ടിങ് ഗ്യാദേഴ്സ് ആയിരുന്ന ആൾക്കാർ കർഷകരായി മാറുന്ന ആ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു, എന്തുകൊണ്ട് അവർ മൂവ് ചെയ്തു, മൂവ് ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ യൂസ് ചെയ്ത സാധനങ്ങൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ സ്റ്റോൺ എന്തിനൊക്കെ യൂസ് ചെയ്തു, വുഡ് എന്തിനൊക്കെ യൂസ് ചെയ്തു, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ചൂസിങ് എ പ്ലേസ് ടു ലിവ് ഇൻ, അതായത് എവിടെയാണ് അവർ താമസിച്ചിരുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പഴയ കാലത്തെ മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു മാപ്പൊക്കെ ഉണ്ട്. ആ മാപ്പൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ പുസ്തകത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ ഈ ഒരു മാപ്പ് കണ്ടോ, മാപ്പ് 2 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ. നമ്മുടെ ഫസ്റ്റ് മാപ്പ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. ഈ മാപ്പ് 2 ഒന്ന് നോക്കിയേ, മാപ്പ് 2 കണ്ടോ. അവിടെ ഈ ഒരു റെഡ് കളർ ട്രയാങ്കിളിൽ 2 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലമാണ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. റെഡ് കളർ ട്രയാങ്കിളിൽ മാപ്പ് ചെയ്തിട്ടുണ്ട് 2 അല്ല 3 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടെ നമ്മളൊരു കുർണൂൽ കേവ്സ് കണ്ടോ. കുർണൂൽ കേവ്സ് ഉണ്ട്. പിന്നെ ഹൻസ്കി കണ്ടോ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് റെഡ് കളർ ട്രയാങ്കിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഏതാത്, ബിംബേറ്റ്ക കണ്ടോ. ഈ 3 സ്ഥലങ്ങൾ കണ്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്ത് വെച്ചിരിക്കുക, ഒരിക്കലും മറക്കരുത്. ഇത് ഏത് സ്റ്റേറ്റിലാണെന്ന് നിങ്ങളിന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിൽ പറയണം. കുർണൂൽ കേവ്സ് എവിടെയാണ്, ഹൻസ്കി എവിടെയാണ്, ബിംബേറ്റ്ക എവിടെയാണ്. ബിംബേറ്ക അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. ബിംബേറ്ക അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അറിയത്തില്ലെങ്കിൽ നിങ്ങളത് നോക്കുക. കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം നമുക്ക് ഒരിക്കലും തെറ്റിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ആർക്കും അറിയാത്തൊരു സാധനം നമ്മൾ തെറ്റിച്ചാൽ നമുക്കൊരു പ്രശ്നം വരാനും പോകില്ല. പക്ഷെ എല്ലാവർക്കും അറിയാവുന്നത് നമ്മൾ തെറ്റിക്കരുത്. അതുകൊണ്ട് തന്നെ ബിംബേറ്റ്ക എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. അതിൻ്റെ കൂടെ ഹൻസ്കിയും കുർണൂൽ കേവ്സും എവിടെയാണെന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ഈ റെഡ് കളർ ട്രയാങ്കിളിൽ മാപ്പ് ചെയ്തിരിക്കുന്ന ഈ സാധനം ഇല്ലേ, അപ്പോൾ ഇവയൊക്കെ ആർക്കിയോളജിസ്റ്റുകൾ ഈ വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യരുടെ തെളിവുകൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ വേട്ടയാടി മനുഷ്യർ എന്ന് പറയുമ്പോൾ ഏതാ, പാലിയോലിത്തിക് പീപ്പിൾ, റൈറ്റ്. അല്ലെങ്കിൽ പാലിയോലിത്തിക് സൈറ്റ്, ആൾക്കാർ നിന്നത് സ്ഥലത്ത് നമ്മൾ എന്ത് പറയും, പാലിയോലിത്തിക് സൈറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു പാലിയോലിത്തിക് സൈറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മാപ്പിൽ കൊടുത്തിട്ടുള്ള ചില പ്രധാനപ്പെട്ട പാലിയോലിത്തിക് സൈറ്റുകളാണ്. ഇപ്പോൾ ബിംബേറ്റ്ക ഇപ്പോഴത്തെ ഏതാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ. പിന്നെ അടുത്ത ഏതാണ്,
ഹൻസ്കിയും നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എവിടെയാണെന്നുള്ളത്. പിന്നുള്ളത് കുർണൂൽ കേവ്സ്. ഞാൻ പറഞ്ഞു പോയി, ആന്ധ്രാപ്രദേശിലാണ് കുർണൂൽ കേവ്സ് വരുന്നത്. ഹൻസ്കി എവിടെയാണ്, ഭീംബേത്ക എവിടെയാണ് നിങ്ങൾ നോക്കുക. ഓക്കെ, ദെൻ ഇനി നോക്കിയേ, ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എവിടെയാണെന്നുള്ളത്. ഈ ഒരു സൈഡിൽ വായിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഇനി വാട്ടർ എന്ന് പറയുന്ന ഒരു സോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകതകൾ ശ്രദ്ധിച്ചോ? കുർണൂൽ അല്ലെ ഹൻസ്കി അല്ലെ ഭീംബേത്കയുടെയൊക്കെ. അപ്പം ഇവയെല്ലാം വലിയ വലിയ നദികളുടെയോ അല്ലെങ്കിൽ ഈ തടാകങ്ങളുടെയോ ഒക്കെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നർമ്മദ, കൃഷ്ണ തുടങ്ങിയ വലിയ നദീതരങ്ങളിലാണ് അവർ താമസിക്കാനായിട്ട് തിരഞ്ഞത്. ഇപ്പം ഇവിടെ എവിടെയാണ് നർമ്മദ? ദാ കണ്ടോ, ഭീംബേത്കയുടെ താഴെ നർമ്മദ കണ്ടോ? അപ്പം നർമ്മദയുടെ അടുത്താണ് അവരുണ്ടായിരുന്നത്. പിന്നെ കുർണൂൽ കേവ്സിൻ്റെ അവിടെ ആ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കാണാം? ഹൻസ്കിയുടെ അവിടെ നമുക്ക് എന്ത് കാണാം? കൃഷ്ണ റിവർ കാണാൻ പറ്റും അല്ലേ? അപ്പം അവർ വെള്ളമൊക്കെ അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ നോക്കി കണ്ടുപിടിച്ച ബുദ്ധിയുള്ള മനുഷ്യരായിരുന്നു. നമ്മളെപ്പോലെ അല്ലായിരുന്നു. നമ്മളെപ്പോലെ അല്ല, നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ടെക്നോളജിക്കലി നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അന്നത്തെ കാലത്ത് ഒന്നും അറിയാതിരുന്ന സമയത്ത് അവർ ഇത്രയും ലോജിക്കലായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇജാതി മനുഷ്യരായിരുന്നു അവരൊക്കെ. ഇനി നമ്മൾ എന്താ നോക്കാൻ പോണേ? ഗുഡ് ക്വാളിറ്റി സ്റ്റോൺസിൻ്റെ ഒരു ലഭ്യതയെ പറ്റിയിട്ട് നമ്മൾ പറയാൻ പോവാണേ. നല്ല ക്വാളിറ്റി സ്റ്റോൺസ്, അതായത് നമ്മൾ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കല്ലായുധങ്ങൾ അവർക്കൊരു ജീവവായു പോലായിരുന്നു. അതായത് നമുക്ക് എയർ എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു അവർക്ക് ഈ കല്ലെന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് നമ്മളൊരു നല്ല ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ എളുപ്പത്തിൽ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് അവരെന്ത് ചെയ്തത്? താമസിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പം ഇത്തരം സ്ഥലങ്ങളെ എന്താ അവർ വിളിച്ചിരുന്നേ, അല്ലെങ്കിൽ നമ്മളെന്താ വിളിച്ചിരുന്നേ? ഫാക്ടറി സൈറ്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്താ നമ്മൾ വിളിക്കുന്നത്? ഫാക്ടറി സൈറ്റ്സ്. ഓക്കെ, കാരണം എന്താ? അവിടെ വെച്ചാണ് അവർ തങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നിർമ്മിച്ചത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, നമ്മൾ സാധനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളെയാണോ നമ്മൾ നോർമലി ഫാക്ടറി എന്ന് പറയുക. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഇതൊക്കെ നിർമ്മിച്ച് അവിടെ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഫാക്ടറി സൈറ്റ്സ് എന്ന് പറയുന്നു. പിന്നെ കല്ലുകൾ ചെത്തി മിനുക്കിയതിൻ്റെയും അല്ലെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ ഫാക്ടറി സൈറ്റ്സ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അപ്പോൾ എന്താ ഈ ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ്? അല്ലെങ്കിൽ ആ ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആയുധങ്ങൾ നിർമ്മിക്കുകയും അവിടെ തന്നെ ദീർഘകാലം താമസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏതെന്ന് പറയുന്നത്? അതെ, ഹാബിറ്റേഷൻ കം ഫാക്ടറി സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന ഈ ഗുഹകളും അല്ലെ പാറക്കൂട്ടങ്ങളും അവർക്ക് വെയിലും മഴയും ഏൽക്കാതെ സംരക്ഷണം നൽകിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇത് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. കുറേ മാപ്പിലുള്ള കുറേ പേരുകൾ, അല്ലെങ്കിൽ ഇത് ഏത് സ്ഥലത്താണ്, ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നോക്കാനുള്ളത്. പിന്നെ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് തുടങ്ങുന്നതാണല്ലോ എൻ്റെ രീതി. ഇപ്പം നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ ഡെപ്തിൽ ക്ലാസ് 11ലും 12ലും ഒക്കെ പഠിക്കും. പക്ഷേ ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് പോയി അതിൻ്റെ ഇടയ്ക്കൂടെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്ത് ഫാക്ട്സ് ഒക്കെ ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ 6th സ്റ്റാൻഡേർഡ് NCERT അത്ര സിമ്പിളാണെന്ന് വിചാരിച്ച് കളയരുത്. മാപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. UPSC ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് എന്താ? കുർണൂൽ കേവ്സിൻ്റെ ഒരു ചരിത്രം. കുർണൂൽ കേവ്സ് നമുക്ക് കിട്ടിയ ചാരമുണ്ട്, ആഷുണ്ട്, അതിൻ്റെ ഒരു തെളിവിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടില്ലേ കുർണൂൽ കേവ്സ്? എവിടെയായിരുന്നു കുർണൂൽ കേവ്സ്? എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്കത് പറയാനുള്ളൊരിത് വരുന്നു, അതുകൊണ്ട് ഞാൻ പറയുക. അപ്പോൾ നമ്മൾ കുർണൂൽ കേവ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ നിങ്ങൾ ഫുൾ ക്ലാസ് കേട്ടിട്ടുണ്ടോ നോക്കട്ടെ. അത് പകുതി വെച്ച് കേട്ടിട്ട് നിങ്ങൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഫുള്ള് കേട്ടിട്ടുണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ കുർണൂൽ കേവ്സ് എവിടെയാണ് ഉള്ളത്? ആന്ധ്രാപ്രദേശിലാണ് അല്ലേ? അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റുകൾക്ക് അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ലഭിച്ചു. എന്താ? ആഷിൻ്റെ ട്രേസ് കിട്ടി അല്ലേ? അതായത് ചാരം കിട്ടി. ചാരം അറിയത്തില്ലേ? നമ്മളിങ്ങനെ കത്തിച്ചൊക്കെ കഴിയുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ചാരമില്ലേ? ആ ചാരത്തിൻ്റെ തെളിവ് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ അവർക്ക് എന്ത് ഉപയോഗിക്കാൻ അറിയാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആഷ് ഉണ്ടാവണേ അവിടെ എന്ത് വേണം? ഫയർ വേണം. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർക്ക് ഫയർ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു നമുക്ക് മനസ്സിലായില്ലേ? അല്ലെ ഫയർ യൂസ് ചെയ്യാൻ അറിയാമെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ പണ്ട് കാലത്തെ മനുഷ്യർ എങ്ങനെ ആയിരിക്കും ആദ്യമായിട്ട് തീ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഒരു പക്ഷേ അവർ പറയുന്ന കാട്ടുതീയൊക്കെ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ
രണ്ട് കല്ലുകൾ നമ്മൾ എപ്പോഴും പണ്ടോട്ടേ പറയേ ആദ്യമ മനുഷ്യർ ഇങ്ങനെ രണ്ട് കല്ലുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിടിപ്പിച്ച് അങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു തീപ്പൊരിയിൽ നിന്നൊക്കെ ആവാം മേ ബി അവർക്ക്. നമുക്ക് എല്ലാം ആവാം എന്നേ പറയാൻ പറ്റും കേട്ടോ ഹിസ്റ്ററിയിൽ. കാരണം നമുക്ക് 100% നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ കാണാത്തൊരു കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മളെല്ലാം അസ്യൂം ചെയ്യല്ലേ അവിടെ. സോ എങ്കിലും നമ്മൾ ഇപ്പം വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, ഒന്നെങ്കിൽ കാട്ടുതീയൊക്കെ കണ്ടിട്ട് അവർക്ക് അങ്ങനെ ഒരു തീ എന്ന് പറയുന്ന സാധനം കിട്ടിയതാവാം, അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കല്ലുകൾ എന്താണ് കൂട്ടിയിടിപ്പിച്ചപ്പോൾ ആ ഒരു തീപ്പൊരി കണ്ട് അങ്ങനെ അവർക്ക് എന്താ ഈ പറയുന്ന ഫയർ ഉണ്ടാക്കാൻ പറ്റിയതാവാം എന്നൊക്കെ നമ്മൾ പറയുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ ഈ കുർണൂൽ കേവ്സിൽ നമുക്ക് എന്താ കിട്ടിയത്? ആഷിൻ്റെ ട്രേസസ് ആണ് കിട്ടിയത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന തീയുടെ യൂസ് എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, യൂസസ് ഓഫ് ഫയർ നമ്മുടെ ഇത് ചോദിച്ചിട്ടുണ്ട്. തീ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് ചിന്തിച്ചേ, തീ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓരോന്നായിട്ട് പറഞ്ഞേ. അപ്പം അന്നത്തെ കാലത്ത് തീ അവർക്കൊരു അത്ഭുതമായിരുന്നു. ഇപ്പം പ്രധാനമായിട്ട് നമ്മൾ പറയണല്ലേ, 3 കാര്യങ്ങൾക്കായിരിക്കാം മേ ബി അവർ തീ ഉപയോഗിച്ചിട്ടുണ്ടാവുക. എന്തിനൊക്കെയാ? ഒന്നാമത് ഇരുട്ടാണ്, വെട്ടം വേണ്ടേ? ഇന്നത്തെ പോലെ ലൈറ്റും ബൾബും ഒക്കെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അവർക്ക് എന്ത് വേണം? വെട്ടം വേണം. സൂര്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഇരുട്ടത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന രീതിയിൽ അവർക്ക് എന്ത് യൂസ് ചെയ്യാം? ഫയർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇരുട്ടുള്ള ഗുഹകളിൽ വെളിച്ചം നൽകാൻ അവരെ എന്ത് സഹായിച്ചു? തീ സഹായിച്ചു. ഓക്കെ, പിന്നെ രണ്ടാമത് എന്തിനായിരിക്കും? നമ്മൾ ഇന്ന് അൽഫാമൊക്കെ ഉണ്ടാക്കുന്ന പോലെ അവർക്കും കുറച്ച് ടേസ്റ്റോടൊക്കെ ഫുഡ് കഴിക്കണമെന്ന് തോന്നൂലേ? അപ്പോൾ അവർക്ക് എന്താ പാകം ചെയ്യാൻ, സാധനങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മീറ്റൊക്കെ റോസ്റ്റ് ചെയ്യാൻ അവിടെ കൂടെ പോകുന്ന ഇണക്കി വളർത്തി അവരുടെ തന്നെ മൃഗങ്ങളെ അവർ എന്ത് ചെയ്യും? അവർ കൊന്നിട്ട് അവരത് റോസ്റ്റ് ചെയ്ത് അവർ കഴിക്കും. കുറച്ച് ടേസ്റ്റൊക്കെ വേണമല്ലോ. സോ അവരെന്ത് ചെയ്യും? ആ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർ യൂസ് ചെയ്യും. അപ്പം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഫയർ യൂസ് ചെയ്തു. പിന്നെ എന്തിനായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? അതായത് ആനിമൽസിനെ സ്കെയർ അവേ ചെയ്യാനായിട്ട്. ഓക്കെ, ആനിമൽസിനെ സ്കെയർ അവേ ചെയ്യാനായിട്ട്. രാത്രി കാലങ്ങളിൽ ഈ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരും. അപ്പോൾ ആ ആക്രമിക്കാൻ വരുന്നവരെ അവിടെ നിന്ന് തടഞ്ഞ് അതിൽ നിന്ന് അവർക്കൊരു സുരക്ഷ കിട്ടും. ഈ ഫയർ കാണുമ്പോൾ ഈ പറയുന്ന ആനിമൽസ് പേടിക്കുവേ. അപ്പോൾ ആ പേടിപ്പിച്ച് അവരെ ഓടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കില്ലേ, അപ്പോൾ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവർ ഫയർ യൂസ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ആയിരുന്നു എന്താ അന്ന് ഫയർ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനൊക്കെയാണ് ഫയർ യൂസ് ചെയ്യുന്നത്? ചിന്തിച്ച് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നെയിംസ് ആൻഡ് ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ ചരിത്രകാരന്മാരൊക്കെ ഓരോ കാലഘട്ടത്തിനും എന്ത് ചെയ്തു? പ്രത്യേക പേരുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പാലിയോലിത്തിക് സൈറ്റ് 3 പറഞ്ഞു. കുർണൂൽ കേവ്സ് പറഞ്ഞു, പിന്നെ ഇതാ പറഞ്ഞേ ഭിംബേറ്റ്ക പറഞ്ഞു, പിന്നെ ഇതാ പറഞ്ഞേ ഹൻസ്കി പറഞ്ഞു അല്ലേ. അതിൽ കുർണൂൽ കേവ്സ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, ആന്ധ്രാപ്രദേശാണ്. പിന്നെ ഭിംബേറ്റ്ക എവിടെയാണെന്ന് ഈ നോട്ടിൽ തന്നെ, ഈ ഒരു PDF തന്നെ കിടപ്പുണ്ട്, നിങ്ങൾ ഫൈൻഡ് ചെയ്യാം. ഹൻസ്കി എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഹൻസ്കി നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പറയുന്ന പാലിയോലിത്തിക് സൈറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയാൻ പോവാം. ശ്രദ്ധിച്ചിരുന്നോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊക്കെ ഇതാണ് നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ UPSC സിലബസിൻ്റെ ബേസിക് സാധനം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന സ്റ്റോണേജ് ആണ്. സ്റ്റോണേജിൽ തന്നെ ആദ്യത്തെ സാധനമാണ് എന്ന് പറയുന്നത് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാലിയോലിത്തിക് ഏജ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചരിത്രകാരന്മാർ ഓരോ കാലഘട്ടത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യേകതരായിട്ടുള്ള പേര് നൽകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ? അതിൽ ഏറ്റവും പഴയ കാലഘട്ടത്തിന് എന്താ പറയുക? ഏറ്റവും പഴയത് നമുക്കിപ്പോൾ പാലിയോലിത്തിക് ഏജ് ഉണ്ട്, മെസോലിത്തിക് ഏജ് ഉണ്ട്, നിയോലിത്തിക് ഏജ് ഉണ്ട്, പിന്നെ ചാൽക്കോലിത്തിക് ഏജ് ഉണ്ട്, ബ്രോൺസ് ഏജ് ഉണ്ട്, അങ്ങനെ പോകും. അപ്പോൾ അതിൽ ഏറ്റവും പഴക്കമുള്ള ഏതാ? പാലിയോലിത്തിക് ഏജ് ആണല്ലേ. അപ്പോൾ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഈ ഒരു പേര് വരുന്നത്. ഏതൊക്കെയാ? പാലിയോ, അതുപോലെ ലിത്തോസ്. പാലിയോ എന്ന് വെച്ചാൽ എന്താ? ഓൾഡ്, പഴയത്. ലിത്തോസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോൺ, കല്ല്. അപ്പം പഴയ ഒരു എന്താ കല്ല് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ എന്തെന്ന് പറയുക? പാലിയോലിത്തിക് ഏജ് എന്ന് പറയാം. അതായത് പഴയ ശിലായുഗം. അതാണ് കറക്റ്റ് മലയാളം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കല്ലായുധങ്ങൾക്കായിരുന്നു അന്ന് എന്താ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. നമ്മളിപ്പം ഏറ്റവും നമ്മുടെ ഈ ഒരു ലോങ് സ്പാൻ ഓഫ് ടൈം ഹ്യൂമൻ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ 99% നമ്മൾ ഈ പറയുന്ന പാലിയോലിത്തിക് ഏജിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 99% ഓഫ് ടൈം കവർ ചെയ്യുന്നത് ഈ പാലിയോലിത്തിക് ഏജാ. അത് കഴിഞ്ഞേ ഉള്ളൂ ഈ മെസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്, ഈ പറയുന്ന ബ്രോൺസ് ഏജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പം 99% എന്ത് തന്നെയാണ് കവർ ചെയ്യുക? പാലിയോലിത്തിക് ഏജ് ആണ് കവർ ചെയ്യുന്നത്. ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് എന്താ ഒരു 12,000 വർഷം മുമ്പ് വരെയാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം. കണ്ടോ? ഒരു എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഒക്കെ കഴിഞ്ഞ് ഒരു 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി
ഒരു 12,000 വർഷങ്ങൾ വരെ എന്തായിരുന്നു? പാലിയോലിത്തിക് ഏജ് ആയിരുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഈ പാലിയോലിത്തിക് ഏജിന് അപ്പർ പാലിയോലിത്തിക് ഏജ് ഉണ്ട്, മിഡിൽ പാലിയോലിത്തിക് ഏജ് ഉണ്ട്, പിന്നെ വേറെന്താ ഉള്ളത്? ലോവർ പാലിയോലിത്തിക് ഏജ് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഇത് കുറച്ചും കൂടെ അല്ല, അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 12th ക്ലാസ് 11th ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഏൻഷ്യൻ ഹിസ്റ്ററി RS ശർമ്മയുടെ ബുക്ക്, നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്ക് പഠിക്കില്ലേ, അതിലൊക്കെ പഠിക്കും. ഓക്കെ, ഇപ്പം തൽക്കാലം ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കാം. അടുത്ത എന്താണ്? അത് കഴിഞ്ഞ് വരുന്നത് മെസോലിത്തിക് ഏജ് ആണ്. അതായത് കാലാവസ്ഥയിൽ ഭയങ്കര മാറ്റമൊക്കെ വന്നു. ഒരു 12,000 വർഷം മുമ്പോട്ട് 10,000 വർഷം മുമ്പ് വരെയുള്ള സമയങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയും? മെസോലിത്തിക് ഏജ് എന്ന് പറയും, അല്ലെങ്കിൽ മധ്യശിലായുഗം എന്ന് വിളിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യൂസ് ചെയ്തിരുന്ന ആ കല്ലില്ലേ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോണില്ലേ, അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഭയങ്കര ചെറിയ കല്ലുകളായിരുന്നു അത്, ഭയങ്കര ചെറുത്. അതിന് നമ്മൾ മൈക്രോലിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുക മെസോലിത്തിക് ഏജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? അപ്പോൾ ഇങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് വരെ ആയിരുന്നു ഇന്നൊന്നും അല്ല പറയേണ്ടത്. ഒരു ഒറ്റ വാക്ക് പെട്ടെന്ന് നമ്മൾ പറയാൻ പറഞ്ഞാൽ അന്നാണ് നമ്മൾ മൈക്രോലിറ്റ്സ് യൂസ് ചെയ്തത് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അതായത് മൈക്രോലിറ്റ്സ് എന്ന് പറയുന്നത് മെസോലിത്തിക് ഏജിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ്. മൈക്രോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ കല്ലുകളാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ കല്ലുകൾ എല്ലിൻ്റെയോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ പിടിയിൽ ഉറപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഈ പറയുന്ന സോസ് എന്ന് പറഞ്ഞാൽ അറുക്കാനുള്ള വാളൊക്കെ ഇല്ലേ, അറുക്കാനൊക്കെ ഉള്ള വാള്, അത്, അല്ലെങ്കിൽ സിക്കിൾസ് അറിയാലോ, അരിവാള്. ഓക്കെ, അപ്പം അതിനൊക്കെ എന്താണ് ഈ സിക്കിൾസ് അല്ലെ സോസൊക്കെ ഇത് വെച്ചാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ ആണോ? പക്ഷെ എന്നാലും പഴയ വലിയ ആയുധങ്ങൾ അവരൊന്നും യൂസ് ചെയ്തിരുന്നു. ഇതൊക്കെ കിട്ടി വന്ന വഴി മറക്കാത്ത ആൾക്കാരായിരുന്നു കേട്ടോ അവർ. പണ്ടത്തെ സാധനം ഇപ്പോഴും യൂസ് ചെയ്യും, പക്ഷെ പുതിയതും കൂടെ യൂസ് ചെയ്യും. അല്ലാതെ പുതിയത് വന്നപ്പോൾ പഴയതിനെ അവരെന്ത് ചെയ്തില്ല, മറന്നില്ല. അപ്പോൾ ഇപ്പം മൈക്രോലിറ്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ അപ്പർ പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ്? നിയോലിത്തിക് ഏജ് ആണ്. എന്താണ് നിയോലിത്തിക് ഏജ്? അതായത് പുതിയ ശിലായുഗം. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുതലുള്ള അതായത് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക? നിയോലിത്തിക് എന്ന് വിളിക്കും. നിയോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിയോ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയത് അല്ലേ? ലിത്തോസ് എന്ന് പറഞ്ഞാൽ എന്താ? കല്ല്. അപ്പം നിയോലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ശിലായുഗം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ പരിഷ്കൃതരാവുകയും കൃഷിയിലേക്കും അതുപോലെ സ്ഥിരതാമസത്തിലേക്കൊക്കെ കടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ വരും ഭാഗങ്ങളിൽ കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മളിനി പഠിക്കും. ഇപ്പോൾ തൽക്കാലം ഇനി ഒന്ന് മനസ്സിലാക്കി. ഏകദേശം 2 മില്യൺ ഇയേഴ്സ് മുമ്പോട്ട് 12,000 വർഷങ്ങൾ വരെയുള്ള പീരീഡ് പാലിയോലിത്തിക് ഏജ് ആയിരുന്നു. അതുപോലെ തന്നെ 12,000 വർഷം തൊട്ട് 10,000 വർഷം മുമ്പ് വരെയുള്ള പീരീഡ് മെസോലിത്തിക് ഏജ് ആയിരുന്നു. 10,000 തൊട്ട് ഉള്ള വർഷം എന്താണ് നമ്മൾ നിയോലിത്തിക് ഏജ് എന്നാണ് പറയുന്നത്. മൈക്രോലിറ്റ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രത്യേകതയാണ്? മെസോലിത്തിക് ഏജിൻ്റെ പ്രത്യേകതയാണ്. അത് ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. അതായത് നമ്മളിത് പറയുന്ന ഈ ഒരു ഭീംബേട്ക അല്ലെങ്കിൽ കുർണൂൽ കേവൊക്കെ ഇല്ലേ, ഒന്നും അന്നത്തെ കാലത്തെ പേരൊന്നും അല്ല കേട്ടോ. അത് ഇപ്പം നമ്മൾ ഭീംബേട്ക എന്ന് പറയുന്നു, അല്ലെങ്കിൽ കുർണൂൽ കേവ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ആ പേരല്ല ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ താമസിച്ചിരുന്നവർ ആ സ്ഥലങ്ങളെ എന്താ വിളിച്ചിരുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്കറിയാവുന്നല്ലേ നമുക്ക് വിളിക്കാൻ പറ്റൂ. അന്ന് എന്താ അവർ ഉപയോഗിച്ചിരുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന പേരെന്താണോ അതങ്ങ് ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കരുത് അന്നത്തെ ആൾക്കാരത് ഭീംബേട്ക എന്ന് പറഞ്ഞാൽ വിളിച്ചിരുന്നേ, അല്ലെങ്കിൽ കുർണൂൽ കേവ്സ് എന്നും പറഞ്ഞാൽ വിളിച്ചിരുന്നെന്ന് വിചാരിക്കരുത്. അത് നമുക്കറിയത്തില്ല, അവർക്കറിയാം കേട്ടോ. നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പേരങ്ങ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്ക് നോക്കാം. ഓക്കെ, എന്താണ് അടുത്തത്? ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, അതായത് കാലാവസ്ഥയിലെ മാറ്റം. ഏകദേശം ഒരു 12,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു മാറ്റം തുടങ്ങുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12,000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതുവരെ ഉണ്ടായിരുന്ന ഒരു തണുത്ത അവസ്ഥയായിരുന്നു, നമ്മുടെ ഭൂമിയിൽ ഭയങ്കര തണുത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ മാറിയിട്ട് പതുക്കെ നമ്മുടെ ലോകം എന്ത് ചെയ്യാൻ തുടങ്ങി? ഒന്ന് വാമാവാൻ തുടങ്ങി, ഒന്ന് ചൂടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം വലിയൊരു മാറ്റത്തിനാണ് വഴിവെച്ചത്. അപ്പോൾ പലയിടങ്ങളിലും എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ വാമായി വന്ന സമയത്ത് ഗ്രാസ് ലാൻഡുകളൊക്കെ, അതായത് പുൽമേടുകളൊക്കെ ഇങ്ങനെ വളർന്നു വരാനായിട്ട് തുടങ്ങി.
അപ്പം മഞ്ഞൊക്കെ ഉരുകി പുല്ലുകളൊക്കെ ഇങ്ങനെ വളർന്നു തുടങ്ങിയപ്പോൾ പ്രകൃതി മൊത്തത്തിൽ അങ്ങ് മാറി. അത്രയും നാൾ തണുത്ത് കിടന്ന് അതിൻ്റെ മുഖച്ഛായയെ മാറി. നമ്മൾ പറയില്ലേ, ഓ നമ്മൾ ഇങ്ങനെ കണ്ടാലല്ലേ തിരിച്ചറിയുള്ളൂ എന്ന് നമ്മൾ പറയാറില്ലേ, ഈ ചായ ഒന്ന് മാറ്റിയാലോ എന്ന് പറയണ പോലെ മെസോലിത്തിക്കിലേക്ക് വന്നപ്പോഴത്തേന് ആ തണുപ്പൊക്കെ അങ്ങ് മാറി, വാമായപ്പോൾ പ്രകൃതി മൊത്തത്തിൽ അങ്ങ് മാറി അടിപൊളിയായി. അപ്പോൾ അതാണ് മെസോലിത്തിക് ഏജിൻ്റെ സമയത്ത് സംഭവിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കിയേ, ഈ മൃഗങ്ങളുടെ എണ്ണത്തിൽ എന്തായാലും സംഭവിച്ചോ നോക്കിയേ. മൃഗങ്ങളുടെ എണ്ണം എന്ത് ചെയ്തു? ഒരുപാട് കൂടി അല്ലേ. ഇപ്പം നമ്മൾ കൂടുതൽ മൃഗങ്ങളെന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞ ഹെർബിവോഴ്സിൻ്റെ എണ്ണം ഒരുപാട് കൂടി. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാസ് കഴിക്കുന്നവർ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു മെസോലിത്തിക് ഏജ് സമയത്ത് വാമായി ഗ്രാസ് ലാൻഡൊക്കെ കൂടി. അപ്പോൾ ഗ്രാസ് ലാൻഡൊക്കെ കൂടി ഇപ്പോൾ ഗ്രാസ് കഴിക്കുന്ന ആൾക്കാരായ ഹെർബിവോഴ്സും ഒക്കെ എന്ത് ചെയ്തു? കൂടി. അപ്പോൾ പുൽമേടുകൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുല്ല് തന്നെ ജീവിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടത്തില്ലേ? കൂടി. അതുപോലെ അവരും കൂടി. അപ്പോൾ ഈ ഹെർബിവോഴ്സ് ഏതൊക്കെയാണ്? ഒരു 2 എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ. കുറേ നേരം കൊണ്ട് ഹെർബിവോഴ്സ് പറയുമ്പോൾ തലയാട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? എന്താണ് ഹെർബിവോഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ? നമ്മുടെ ഡീർ ഒരു എക്സാമ്പിളാണ് അല്ലേ. പിന്നെ ആൻറ്റലോപ്പ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ ഗോട്ട് അല്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ പശുവും നമ്മുടെ ആടും ഒക്കെ എന്താടോ, അതെല്ലാം ഹെർബിവോഴ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഗ്രാസ് ലാൻഡ്സ് വളർന്നതോടുകൂടി ഇവരുടെ എണ്ണം ഒരുപാട് കൂടി തുടങ്ങി. അങ്ങനെ ഇവരുടെ എണ്ണം കൂടി തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചേ? ഇവരെ ഇങ്ങനെ വേട്ടയാടി ജീവിക്കുന്ന മനുഷ്യരില്ലേ, അപ്പോൾ അവർക്കതൊരു വലിയൊരു അവസരമായിരുന്നു. ഹായ് കൊള്ളാലോ, ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലോ, എന്നാൽ ഞങ്ങളിങ്ങനെ തകർക്കും, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഒരുപാട് ഹണ്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന പോലെ. കൊള്ളാം, അവർക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ പറയുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി. എങ്ങോട്ടാണ് ഇവർ പോകുന്നത്, ഇനി ഞങ്ങൾ അവരുടെ പുറകെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരിങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവ എപ്പോഴാണ് ബ്രീഡിങ് നടത്തുന്നതെന്നും പിന്നെ അതുപോലെ അവരുടെ ഭക്ഷണ രീതി എന്താണ് എന്നൊക്കെ അവർ കറക്റ്റായിട്ട് പഠിച്ചു. ആര്? നമ്മുടെ ഈ ഹണ്ടേഴ്സ്. ഓക്കെ അല്ലേ? എന്നിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചാണ് മനുഷ്യരൊരു പ്രധാന കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്താണെന്നറിയോ? അതാണ് അവർക്കിങ്ങനെ ചിന്തിക്കും, നമ്മൾ എന്തായാലും ഇവരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ പിന്നെ നമുക്ക് ഇവരെ ഇങ്ങനെ വളർത്തിക്കൂടെ, എന്തിനാ അവരുടെ പുറകെ നടന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ കിട്ടുക വളർത്താം. നമ്മൾ എന്തിനാ പുറകെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കാണാൻ തോന്നുമ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ കാണാമല്ലോ. ആ സെറ്റപ്പാണത്. അപ്പോൾ അവർ വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ അങ്ങ് വളർത്താം. അപ്പം മൃഗങ്ങളെ പിന്തുടർന്ന് നടന്ന മനുഷ്യർ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്, ഇവരെ മെരിക്കാനും വളർത്താനും തുടങ്ങുകയാണ്. അതായത് ടൈമിങ്ങും ഹേർഡിങ്ങും റിയറിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് അത് ചെയ്താലോ എന്ന് ചിന്തിച്ച് തുടങ്ങുവാണ്. ഇത് കൂടാതെ അതേ സമയം തന്നെ അവരെന്ത് ചെയ്തു, ഭക്ഷണത്തിനായിട്ട് മീൻ പിടിക്കുന്നതും അല്ലെങ്കിൽ ഫിഷിങ് ഈ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നിർത്തി. 12,000 വർഷം മുമ്പ് എന്ത് സംഭവിച്ചു, ആനിമൽസിനെ ഹണ്ട് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് മാറിയ കാര്യം നമ്മൾ പറഞ്ഞു, ഫിഷിങ്ങും അവർ ഈ ഒരു സമയത്ത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ ഫുള്ള്? ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ, ഫിഷിങ്ങിന് അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അടുത്ത ടോപ്പിക്ക് നോക്കി, ദ ബിഗിനിങ് ഓഫ് ഫാമിംഗ് ആൻഡ് ഹേർഡിങ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കഴിക്കുന്ന വീറ്റ് ആണെങ്കിലും ബാർലി ആണെങ്കിലും റൈസ് ആണെങ്കിലും ഒക്കെ പണ്ട് നമ്മുടെ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും തനിയെ വളർന്നു വന്ന ഗ്രാസ് ബിയറിംഗ് ആയിട്ടുള്ള ഗ്രാസുകളായിരുന്നു അല്ലേ. ഏതൊക്കെയാ? വീറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ, ഗോതമ്പ്, പിന്നെ ബാർലി, റൈസ്, ഇതൊക്കെ നമ്മുടെ ഉപഭൂഖണ്ഡത്തിൽ പണ്ട് തനിയെ വളർന്നു വന്നിരുന്ന സാധനങ്ങളായിരുന്നു. പണ്ട് കാലത്തെ മെന്നാണെങ്കിലും വിമൺ ആണെങ്കിലും, അതായത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ ധാന്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി, അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശേഖരിക്കാൻ തുടങ്ങി. പതുക്കെ അവരിങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു. എന്താ അവർ ശ്രദ്ധിച്ചേ? ഈ വിത്തുകൾ എവിടെ ആയിരിക്കും വളരുന്നേ, കാരണം സ്വന്തമായിട്ട് വളർന്നു വരുന്ന ആളോ, അപ്പോൾ എവിടെ ആയിരിക്കും വളരുന്നേ, എപ്പോഴായിരിക്കും ഇവ പാകമാകുന്നേ. ഓക്കെ, അപ്പം ഈ നിരീക്ഷണത്തിലാണ് അവരിങ്ങനെ ഒരു വലിയൊരു കാര്യത്തിലേക്ക് നയിച്ചത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, എന്നാൽ പിന്നെ നമുക്കിതങ്ങ് നട്ടു വളർത്തിയാൽ പോരെ, നമ്മൾ എന്തിനാ അത് എവിടാന്ന് വെച്ച് നോക്കി നടക്കുന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആനിമൽസ് പോകുന്നുണ്ട്, അവരുടെ പുറകെ നമ്മൾ പോകുന്നതിനേക്കാൾ നല്ലത് എന്താ, നമ്മൾ തന്നെ അവരെ അങ്ങ് വളർത്തുന്നതല്ലേ എന്ന് നമുക്ക് തോന്നിയില്ലേ. അതുപോലെ ഈ പറയുന്ന വീറ്റും ബാർലിയും റൈസും ഒക്കെ എന്തായാലും എന്ത് ചെയ്യും, വളരും, എവിടെയെങ്കിലുമൊക്കെ വളരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് തന്നെ വളർത്തിയാൽ പോരെ എന്നൊരു ചിന്ത അവർക്ക് വരികയാണ്. അങ്ങനെയാണ് മനുഷ്യരെന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഒരു ഫാമറായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു കർഷകനായിട്ട് മനുഷ്യൻ മാറുന്നത്. അങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ മനുഷ്യരെന്താണ് ആദ്യമായിട്ട് ഫാമറായിട്ട് മാറി. ഇനി അടുത്തൊരു കാര്യം എന്താ,
ഇവർ ആനിമൽസിനെ ടീം ചെയ്യാൻ തുടങ്ങുവാണ്, അതായത് മൃഗങ്ങളെ ഇങ്ങനെ ഇണക്കി വളർത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ കൃഷിക്കൊപ്പം തന്നെ അവരെന്ത് ചെയ്തു, മൃഗങ്ങളെയും കൂട്ടാനായിട്ട് തുടങ്ങി. അപ്പം അവരുടെ താമസ സ്ഥലത്തിന് അടുത്ത് ഭക്ഷണം വെച്ച് അവർ മൃഗങ്ങളെ എന്ത് ചെയ്യുക, ആകർഷിച്ചു. വെറുതെ ഇനി വാന്ന് പറഞ്ഞാൽ അവർ വരുമോ? ഇല്ല, ഇവർ തൊട്ടടുത്ത് ഇങ്ങനെ ഫുഡ് വെച്ച് കൊടുത്തു. അപ്പോൾ ഫുഡ് കാണുമ്പോൾ ആരാ പോവാത്തേ? മൃഗങ്ങളും പോയി. അപ്പം മൃഗങ്ങൾ വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരെ മൃഗങ്ങളെ ആകർഷിച്ച് മനുഷ്യൻ ആദ്യമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങിയാണ്, ഈ മൃഗങ്ങളെ മെരുക്കുകയാണ്. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആദ്യമായിട്ട് മൃഗങ്ങൾ ഏത് മൃഗത്തിനെയാണ് മനുഷ്യൻ ഇങ്ങനെ ഇണക്കി വളർത്തിയെന്നറിയോ? തീം ചെയ്തത് ഏത് മൃഗത്തിനെയാണെന്നറിയോ? ഏതാണ്? ഓക്കെ, അത് നമ്മുടെ നായ, ഡോഗില്ലേ? കറക്റ്റ് ഡോഗ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു ഡോഗിൻ്റെ ഒരു വൈൽഡ് ആൻസിസ്റ്റർ ആയിരുന്ന ഒരു ഡോഗിനെ, ഓക്കെ, ഒരു വൈൽഡ് ആൻസിസ്റ്റേഴ്സ് ഓഫ് ഡോഗിൻ്റെ, അത് ഇപ്പം നമ്മൾ കാണുന്ന ഡോഗാണോന്നില്ല, എന്നിട്ട് വൈൽഡ് ആൻസിസ്റ്റേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇണക്കി വളർത്തുന്നത്. ഓക്കെ ആണോ? ഓക്കെ. പിന്നീട് അവരെന്ത് ചെയ്തു, പതുക്കെ പതുക്കെ പാവം പിടിച്ച മൃഗങ്ങളുണ്ടല്ലോ, ഭയങ്കര ജെന്റിൽ ആനിമൽസ്, അവരെയും കൂടെ ആകർഷിക്കാൻ തുടങ്ങി. ഏതാ ഈ ജെന്റിൽ ആനിമൽസ്? പാവം പിടിച്ച നമ്മുടെ ആട്, എന്ത് പാവമല്ലേ, കാണുമ്പോൾ തന്നെ ഇതൊരു പാവമാണ്. അപ്പോൾ ആട്, ചെമ്മരിയാട്, പശു, പന്നി, ഇങ്ങനെയുള്ളതിനെയൊക്കെ എന്താണ് ഇവർ ഇങ്ങനെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങുവാണ്. ഓക്കെ. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ പുല്ല് തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടമായിട്ട്, അത് നമ്മൾ ഹേർഡ്സ് എന്നാണ് പറയുന്നത്, ഇങ്ങനെ പുല്ലൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങുക, വസിക്കുന്നവരാണ് ഈ പറയുന്ന ആൾക്കാർ, ഈ ചെമ്മരിയാട്, പശു, പന്നി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു ആനിമൽസിനെ ഇവർ ടൈം ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ. ഇനി എന്താ, ഇവർ വേട്ടക്കാരിൽ നിന്ന് എങ്ങനെ സംരക്ഷകരായിട്ട് മാറിയെന്ന് നമുക്ക് നോക്കണ്ടേ? ഇവരെന്തായാലും ഹണ്ടേഴ്സ് ആയിരുന്നു. ഇവരെങ്ങനെയാണ് ഒരു സംരക്ഷകരായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആനിമൽസിൻ്റെ പ്രൊട്ടക്റ്റേഴ്സായിട്ട് മാറിയത്? എങ്ങനെയായിരിക്കും? അതെ, ഈ മൃഗങ്ങളെ, അതായത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു, സംരക്ഷിച്ചു. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എപ്പോഴും അയ്യോ അടിപൊളിയാണ് എന്ന് നമുക്ക് തോന്നത്തില്ലേ? അയ്യോ ഒരു പാവമാണ് നമുക്ക് തോന്നത്തില്ലേ? അതുപോലെ മൃഗങ്ങളെ അവരെന്ത് ചെയ്യാണ്, മറ്റു വലിയ മൃഗങ്ങൾ വരുന്നില്ല, അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ പാവം മൃഗങ്ങൾ വിചാരിച്ചു നല്ല മനുഷ്യർ അവരുടെ കൂടെ നിൽക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ. അങ്ങനെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യർ ഇവരെ എന്ത് ചെയ്തു, സംരക്ഷിച്ചു. അപ്പോൾ ഈ ഒരു സഹകരണം വഴിയാണ് മനുഷ്യൻ എന്താ ഒരു ഹേർഡറായിട്ട് അല്ലെങ്കിൽ ഒരു വളർത്തുകാരനായിട്ട് മാറുന്നത്. അപ്പോൾ കൃഷിക്ക് സഹായിക്കാനും ഭക്ഷണത്തിനൊക്കെ ആയിട്ട് ഇവരെന്താ ഈ മൃഗങ്ങളെ കൂടെ നിർത്തി. ഓക്കെ അല്ലേ? കാര്യങ്ങൾ പറഞ്ഞാൽ ഓക്കെ ആണോ? അതായത് ഫാമിങ്ങിൽ നിന്ന് ഹേർഡിങ്ങിലേക്ക് എങ്ങനെ പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് എന്താ നമ്മൾ പറയാൻ പോണേ, ഡൊമസ്റ്റിക്കേഷൻ. എന്താണ് ഡൊമസ്റ്റിക്കേഷൻ? അപ്പോൾ എന്താ ഈ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മനുഷ്യൻ എന്ത് ചെയ്തു, തനിക്ക് ആവശ്യമുള്ള ഈ പറയുന്ന പ്ലാന്റ്സിനെ വളർത്താനും മൃഗങ്ങളെ പരിചരിക്കാനുമായിട്ടൊക്കെ തുടങ്ങിയ ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുക, ഡൊമസ്റ്റിക്കേഷൻ. കണ്ടോ, നെയിം ഗിവൻ ടു ദ പ്രോസസ് ഇൻ വിച്ച് പീപ്പിൾ ഗ്രോ പ്ലാന്റ്സ് ആൻഡ് ലുക്ക് ആഫ്റ്റർ ആനിമൽസ്. അതിനെ നമ്മൾ എന്ത് പറയും, ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയും. എന്നാൽ ഇത് വെറുതെ ഒരു ചെടി നടുന്നത് പോലെയാണോ? അല്ല, ഇത് വെറുതെ ഒരു ചെടി നടുന്നത് പോലെ അല്ല. ഇതിലെന്താണ്, ഒരു സെലക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു സെലക്ഷൻ ഉണ്ട്. എല്ലാ കാര്യത്തിലും നമ്മൾ വെറുതെ ഓരോ കാര്യങ്ങളേ ഉള്ളൂ, എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യും, ഒരു സെലക്ഷൻ നടത്തും. അപ്പോൾ ഇങ്ങനെ കാട്ടിൽ വളരുന്ന ചെടികളിൽ നിന്ന് മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു, അവ തിരഞ്ഞെടുത്തവ എന്താണ് കാലക്രമേണ മാറ്റിമറിക്കപ്പെടുവാണ്. ഓക്കെ, തിരഞ്ഞെടുത്തവ മാത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കാം നമുക്ക് എന്തുകൊണ്ടാണെന്ന്. അതായത് ഒന്ന് പ്ലാന്റ്സ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്ത് നോക്കാം. നമ്മൾ എല്ലാത്തിലും സെലക്ഷൻ ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പ്ലാന്റ്സിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്തേ? മനുഷ്യൻ എല്ലാ ചെടികളും എടുത്ത് വളർത്താൻ തുടങ്ങിയോ? ഇല്ല, എല്ലാ ചെടികളും വളർത്താൻ തിരഞ്ഞെടുത്തിട്ടില്ല. അവർ ചില പ്രത്യേക ഗുണങ്ങൾ നോക്കി, ഇന്ന കണ്ടീഷൻസ് എനിക്കുണ്ട്, എന്നാൽ ഈ കണ്ടീഷൻ ഉള്ളതിനെയൊക്കെ മാത്രം, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ മാത്രമേ ഞാൻ വളർത്താൻ പോകുന്നുള്ളൂ എന്നുള്ള ഒരു കുറച്ച് വാശി നമ്മുടെ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നേ. ഒന്നാമത് എന്താ, അവർ പറയുന്നത് ഒരു രോഗപ്രതിരോധ ശേഷി, അതായത് പെട്ടെന്ന് വലിയ അസുഖങ്ങളൊന്നും വരാത്ത അത്യാവശ്യം നല്ല കരുത്തുള്ള ചെടികളില്ലേ, അതാണ് അവർ തിരഞ്ഞെടുത്തത്. ഒന്നാമത് അവർക്ക് അതാ വേണ്ടത്, എന്താ, രോഗപ്രതിരോധ ശേഷി വേണം. ഓക്കെ. പിന്നെ രണ്ടാമത് അവരെന്താ നോക്കിയെന്നറിയോ? എന്താ അവർ നോക്കിയത്? അടുത്തത് എന്താണ് അവർ നോക്കിയേ? വിളവ്. അതായത് വലിയ വലിപ്പമുള്ള ധാന്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ലാർജ് സൈസ് ആയിട്ടുള്ള ഗ്രെയിൻ, അത് നൽകുന്ന ചെടികൾക്ക് അവരെന്ത് ചെയ്യാണ്, മുൻഗണന നൽകുക. അത്യാവശ്യം വലുത് കിട്ടുന്നതാണല്ലോ നല്ലത്, ചെറിയ ഗ്രെയിനൊക്കെ കിട്ടുന്നതിന് നല്ല വലുത് കിട്ടട്ടെ. അപ്പോൾ അവരൊക്കെ അതിനാണ് എന്ത് ചെയ്തത്, മുൻഗണന നൽകിയത്. പിന്നെന്താ, നല്ല കരുത്തുള്ള തണ്ട് വേണം അല്ലേ, നല്ല സ്ട്രോങ് സ്റ്റോക്സ് വേണം അവർക്ക്. അതാണ് അവർ നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ ഈ ചെടികളുടെ വിത്തുകൾ അവർ അടുത്ത വർഷത്തേക്ക് കൂടെ എന്ത് ചെയ്യാണ്, കരുതി വെച്ചു. അങ്ങനെ തലമുറകൾ കഴിഞ്ഞപ്പോൾ കാട്ടുചെടികളേക്കാൾ മെച്ചപ്പെട്ട നല്ല ഗുണനിലവാരമുള്ള പ്ലാന്റ്സ് അവർക്ക് കിട്ടി.
അതാണ് നമ്മളിത് ഈ എഴുതിയേക്കുന്നത്. എങ്ങനെയാണ് ഇവർ ഈ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തത്. അതായത് അവർ നോക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലാർജ് സൈസുള്ള ഗ്രെയിൻ ആയിരിക്കണം, സ്ട്രോങ് സ്റ്റോക്സ് ആയിരിക്കണം, ഡിസീസിനോട് നോട്ട് പ്രോൺ ടു ഡിസീസ് ആയിരിക്കണം. ഓക്കെ, അതാണ് അവരുടെ ഒരു പ്ലാന്റ്സിലുണ്ടായിരുന്ന സെലക്ഷൻ. ആനിമൽസിൽ അവരെങ്ങനെയാണ് സെലക്ട് ചെയ്തത് അറിയോ? അപ്പം ഈ മൃഗങ്ങളുടെ കാര്യത്തിലും മനുഷ്യൻ അത്യാവശ്യം ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് പിടിച്ചെടുത്തത്. നമ്മൾ ആവശ്യമില്ലാണ്ട് നമുക്ക് വളർത്താൻ പറ്റാത്തതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നതിൽ നല്ലത് നമുക്ക് പറ്റുന്നത് നോക്കി സെലക്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? അതായത് വൈൽഡ് ആനിമൽസിൻ്റെ ഒരു സ്വഭാവം ഇല്ലാത്ത ഒരു പാവം പിടിച്ച മൃഗങ്ങളുണ്ടല്ലോ, ജെന്റിലായിട്ടുള്ള, അതായത് അവർ അങ്ങനെയുള്ള ആനിമൽസിനെയാണ് അവരെന്ത് ചെയ്തത്? ഈ പറയുന്ന ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ വളർത്തുമൃഗങ്ങൾ കാട്ടുമൃഗങ്ങളിൽ നിന്ന് ശാരീരികമായി പോലും എന്ത് ചെയ്യാണ്? വ്യത്യസ്തമായി മാറും. അതായത് അവർ അന്ന് വൈൽഡ് ആനിമൽസ് ആയിരുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ, ഫിസിക്കൽ അപ്പിയറൻസിൽ നിന്ന് പോലും അവരെന്താണ്? മാറിപ്പോവാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വളർത്തുമൃഗങ്ങളുടെയൊക്കെ പല്ലില്ലേ, അല്ലെ കൊമ്പ്, അതൊക്കെ നമ്മളിപ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളുടെയൊക്കെയും വലുതായിരിക്കും ചെറുതായിരിക്കുമോ? ചെറുതാണല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുസ്തകത്തിൽ ഈ 2 പല്ലുകളുടെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ, കണ്ടോ? ഈ 2 പല്ലുകൾ കണ്ടോ? ഇതിനകത്ത് ഏതായിരിക്കും വൈൽഡിൽ വളർത്തുന്ന ആനിമൽസിൻ്റെ പല്ല്? ഏതായിരിക്കും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ആനിമലിൻ്റെ? ഈ ചെറുതായിരിക്കും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? പലതെന്താണ്? വൈൽഡ് ആനിമൽസിൻ്റെ ആയിരിക്കും. സോ അതായത് നമ്മളിങ്ങനെ ഇണക്കി വളർത്താനായിട്ട് തുടങ്ങിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും അല്ലെങ്കിൽ പല്ലിലും കൊമ്പിലും ഒക്കെ തന്നെ എന്ത് വരികയാണ്? മാറ്റം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന വലുത് കാട്ടുപന്നിയുടെ ആട്ടോ, ഇത് വലിയ കാട്ടുപന്നിയുടെയാണ്. ചെറുത് നമ്മുടെ വളർത്തുന്ന പന്നിയില്ലേ, അതായത് പിഗില്ലേ, അതിൻ്റെയാണ് ഈ ചെറിയ പല്ല്. സോ അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒറ്റയടിക്ക് സംഭവിച്ചായിരിക്കുമോ? ഒരു ഗ്രാജുവൽ പ്രോസസ്സാട്ടോ ഇത്. അതായത് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരെണ്ണത്തിന് എടുത്തുകൊണ്ട് വന്ന് അവർ പുതിയതായിട്ട് മാറി, അങ്ങനെയല്ല, അതൊരു പ്രോസസ്സാണ്. ഏകദേശം ഒരു 12,000 വർഷം അതിന് മുമ്പ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആരംഭിച്ച വളരെ സാവധാനത്തിലുള്ളൊരു മാറ്റമാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന മിക്കവാറും ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഈ ഒരു പ്രക്രിയയിലൂടെ വന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വളർത്തിയ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? വീറ്റ്, ബാർലി, അതൊക്കെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇണക്കി വളർത്തിയ മൃഗങ്ങൾ ഏതൊക്കെയാണ്? ഷീപ്പും ഗോട്ടും ഒക്കെയാണ്. സോ അതൊക്കെ മാറി അതിൻ്റെയൊക്കെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മാറി നമ്മൾ ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് വന്നു. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ആ ഒരു ടോപ്പിക് എടുത്ത് കേൾക്കുക കേട്ടോ. നമുക്ക് ബാലൻസ് നോക്കാം. അടുത്തതാണ് എ ന്യൂ വേ ഓഫ് ലൈഫ്. അത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു വിത്ത് പാകുക, അല്ലെങ്കിൽ ഒരു സീഡ് നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണ്. അത് നാളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോരിയെടുക്കാൻ പറ്റില്ല. ഞാൻ ഇന്നൊരു വിത്തിട്ടു, നാളെ എനിക്കത് പ്ലാന്റായിട്ട് കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ പറ്റില്ല. ചിലപ്പോൾ ദിവസങ്ങളെടുക്കും, ചിലപ്പോൾ ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം. പക്ഷേ പണ്ട് കാലത്തെ മനുഷ്യർ വിത്ത് പാകാൻ തുടങ്ങിയപ്പം ഒരു വലിയ കാര്യം തിരിച്ചറിഞ്ഞായിരുന്നു. എന്താ അത്? ഈ ചെടി വളരുന്നത് വരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. വിത്ത് മുളയ്ക്കുന്നത് മുതൽ അത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നവരല്ലേ, വിളവെടുക്കുന്നവരെ ആ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവിടെ തന്നെ താമസിക്കണം. അപ്പോൾ ഈ ഒരു കാലയളവിൽ അവർക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഒഴിക്കണം അല്ലേ, വാട്ടറിങ്, നനയ്ക്കുക. പിന്നെ ചെടിക്ക് കൃത്യമായി വെള്ളം നൽകണം. അതുപോലെ വീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? കള പറിക്കുക എന്ന് പറയും. പിന്നെ ആവശ്യമില്ലാത്ത ഈ പറയുന്ന ഗ്രാസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. ബേർഡ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും, അല്ലെങ്കിൽ ചില ബേർഡ്സും ആനിമൽസും ഒക്കെ നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ നശിപ്പിക്കും. അതിൽ നിന്നൊക്കെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരാ ചെയ്തുകൊണ്ടിരുന്നേ? നമ്മുടെ അന്നത്തെ ഹ്യൂമൻസ് ആണല്ലേ. ഇനി ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു ഗ്രെയിൻ റൈപ്പൺ ആകുന്നവരെ, വിളവ് പാകമാകുന്നവരെ അവർ ആ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും? താമസിക്കും. അപ്പോൾ നമുക്കറിയാം, നേരത്തെ നൊമാഡിക് മനുഷ്യന്മാരായിരുന്നല്ലോ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാർ പതുക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ പഠിക്കുക. വാവ്, നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമല്ലേ? അതായത് ഇങ്ങനെ ഓരോ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ പേടിച്ച് വരുന്ന ആൾക്കാർ ഇപ്പോൾ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങളിൽ സ്കിൽഡായിട്ടുള്ള ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ എന്ത് ചെയ്യാണ്? അവരിപ്പോൾ ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ വളർത്തി ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് തന്നെ സെറ്റിലാവാൻ തീരുമാനിക്കുക. എന്ത് രസമുണ്ടല്ലേ? പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വരുമ്പോൾ ആ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവർ വിളവെടുത്തെന്ന് വിചാരിക്കും. അപ്പോൾ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ധാന്യങ്ങളില്ലേ, അതവർ ഭയങ്കര ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 4 ആവശ്യങ്ങൾക്കാണ് അവർ ഉപയോഗിച്ചിരുന്നത്. എന്തിനൊക്കെയാ? ഒന്ന്,
ഈ പറയുന്ന കിട്ടുന്ന സീഡ് അടുത്ത വർഷത്തേക്ക് കൃഷി ചെയ്യാൻ നമ്മളൊരു കുറച്ച് മാറ്റി വയ്ക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മാറ്റി വയ്ക്കും. പിന്നെ എന്തിനായിരിക്കും? ആ ഫുഡ് കഴിക്കണ്ടേ? അപ്പോൾ അന്നത്തെ വിശപ്പടക്കാൻ എന്ത് ചെയ്യും? അവരത് ഉപയോഗിക്കും. പിന്നെ ഗിഫ്റ്റ്. ഓക്കെ, ഗിഫ്റ്റായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഗിഫ്റ്റൊന്നും അല്ലല്ലോ, അന്ന് ഇവർ പറയുന്ന സീഡൊക്കെ കൊടുക്കുന്ന തന്നെ അയ്യോ വലിയ കാര്യമാണ്. അപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് മറ്റുള്ളവർക്ക് നൽകാൻ അവർ സീഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെന്തിനാ? ഫുഡ് സ്റ്റോർ ചെയ്യുക അല്ലേ, ഭാവിയിലേക്ക്. ഇനി എങ്ങാനും വല്ല ഡ്രോട്ട്സ് ഒക്കെ നമ്മൾ കൊറോണ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് ഇനി എങ്ങാനും ഫുഡ് കിട്ടാതെ അയ്യോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നല്ലേ. അതുപോലെ ഇവരെന്ത് ചെയ്യും? കുറച്ച് ഫുഡ് ഭാവിയിലേക്ക് കരുതി വയ്ക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം അവരെ വേറെ വലിയൊരു ക്വസ്റ്റ്യനിലേക്ക് നയിക്കുകയാണ്. എന്താ അത്? എങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്യും? നമ്മളിപ്പോൾ പറഞ്ഞു ഫുഡ് സ്റ്റോർ ചെയ്യാൻ അവർ യൂസ് ചെയ്തിരുന്നു. സോ ഈ സ്റ്റോറിങ് ഓഫ് ഫുഡാണ് അടുത്തത്. അപ്പം അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം സ്റ്റോറിങ് ഗ്രെയിൻസ് ആണ് നോക്കുന്നത്. എങ്ങനെയാ? അതായത് നമുക്കറിയാം ഈ കൃഷി തുടങ്ങിയപ്പോൾ മനുഷ്യൻ്റെ മുന്നിലുള്ള അടുത്ത വെല്ലുവിളി നമ്മളിപ്പോൾ എന്താ, എങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ വിത്തുകൾ അടുത്ത വർഷത്തേക്ക് വേണോ? പിന്നെ വേണ്ടേ, അടുത്ത വർഷം പിന്നെ എന്ത് ചെയ്യും? അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുമാത്രമല്ല നമുക്ക് കഴിക്കാൻ ഫുഡ് വേണം. അപ്പോൾ ഇതിനായിട്ട് അവർ 3 പ്രധാന വഴികളാണ് കണ്ടെത്തിയത്. ഒന്ന് നമ്മളിപ്പോൾ ചെയ്യുന്നതൊക്കെ തന്നെടോ, അതായത് ക്ലേ പോട്ട്സ്, അതായത് വലിയ മൺപാത്രങ്ങൾ, അതായത് കളിമണ്ണിൽ വലിയ പാത്രങ്ങൾ അവരെന്ത് ചെയ്തു? നിർമ്മിച്ചു. പിന്നെ വൂവൺ ബാസ്ക്കറ്റ്സ്, അതായത് കൊട്ടയില്ലേ നമ്മൾ പറഞ്ഞ കൊട്ട, അതായത് ഇങ്ങനെ വള്ളികളൊക്കെ ഉപയോഗിച്ച് കൊട്ടകളൊക്കെ ഇങ്ങനെ അവർ സ്റ്റിച്ച് ചെയ്തെടുത്തു, നെയ്തെടുത്തു. പിന്നെ ഗ്രൗണ്ടിൽ പിറ്റ്സ്, അത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ബുർസാഹം എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് ഗ്രൗണ്ടിൽ പിറ്റ്സ് കാണാം, പിറ്റ് ഹൗസുകൾ കാണാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മളിത് ഓർക്കും കേട്ടോ. അതായത് ഗ്രൗണ്ടിൽ പിറ്റ്സ്, അതായത് തണുപ്പും അല്ലെങ്കിൽ സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കാൻ അവരെന്ത് ചെയ്യും? കുഴിയിൽ, അതായത് നിലത്ത് കുഴിയൊക്കെ ഉണ്ടാക്കി അതിലെന്ത് ചെയ്യും? ധാന്യങ്ങൾ സൂക്ഷിച്ചിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് അവർ ആ ഒരു എന്ത് ചെയ്തത്? സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താ അത്? ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് പാത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം മിക്കവാറും എന്താ? ഇല്ലെന്നല്ലേ. കാരണം എന്താ? കാരണം അവരെപ്പോഴും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ഈ വലിയ വലിയ മൺപാത്രങ്ങൾ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത് ബുദ്ധിമുട്ടല്ലേടോ? മടിയന്മാരല്ല, പാവങ്ങൾ, കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ മാത്രമല്ല അന്ന് അവർക്ക് എന്താ വലിയ തോതിൽ ഭക്ഷണം സംഭരിക്കേണ്ട ആവശ്യവും വന്നില്ല. അപ്പം കൃഷി തുടങ്ങിയതോടെ പാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായി. അപ്പം കൃഷി തുടങ്ങിയതോടുകൂടിയാണ് അത് ഉണ്ടായത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോറിങ് ആനിമൽസ്. അതായത് അതൊരു ജീവനുള്ള സ്റ്റോറാണല്ലേ. ഈ ആനിമൽസിനെ എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുക? അതായത് നമ്മളിപ്പം ഈ പറഞ്ഞ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ പാത്രത്തിൽ സൂക്ഷിച്ചില്ലേ, അതുപോലെ മൃഗങ്ങളെയും ഒരു സ്റ്റോറായിട്ടാണ് മനുഷ്യൻ കണ്ടത്. എന്താ അങ്ങനെ പറയുന്നത്? മൃഗങ്ങളെ എങ്ങനെ സ്റ്റോറായിട്ട് കാണുന്നത്? അതായത് മൃഗങ്ങൾ ബ്രീഡിങ് വഴി തനിയെ എന്ത് ചെയ്യും? വർദ്ധിക്കും അല്ലേ. നമ്മളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രീഡിങ് വഴി മൃഗങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നമുക്ക് എന്നും ലഭിക്കുന്ന ഒരു മികച്ച ഇഷ്ടപ്പെട്ട ഫുഡാണെന്ത്, അല്ലെ, ഒരു മികച്ചൊരു ഡ്രിങ്ക് ആണെന്ത്? മിൽക്ക്, അല്ലെ, പാലെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നമുക്ക് പാല് കിട്ടും. അതുപോലെ തന്നെ എന്താ? മീറ്റ് കിട്ടും. എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെക്കുന്നു, എടുക്കുന്നു, കറി വെക്കുന്നു, കഴിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ ആനിമൽസിനെ വളർത്തുന്നത് അല്ലെ റെയർ ചെയ്യുന്നത് എന്താ? ഒരു ലിവിങ് സ്റ്റോർ ഓഫ് ഫുഡ് സൂക്ഷിക്കുന്ന പോലെ. ഇന്ന് നമ്മളെന്താ മൃഗങ്ങളെ ട്രാൻസ്പോർട്ടേഷനും അല്ലെ കൃഷിക്കും അതിനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? അതുപോലൊക്കെ തന്നെയാണ് അന്നും അവർ കുറച്ചും കൂടെ ഫുഡായിട്ട് യൂസ് ചെയ്യാം. വേണേൽ കുറച്ച് മിൽക്കൊക്കെ കിട്ടും. അങ്ങനെയാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഫസ്റ്റ് ഫാമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ്. അതായത് ആദ്യത്തെ കർഷകർ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മാപ്പിലെ ഒരു ബ്ലൂ സ്ക്വയേഴ്സ് നോക്കിയേ. നമ്മൾ കുറച്ച് മാപ്പ് കണ്ടില്ലായിരുന്നോ? ഓടി ആ മാപ്പിലോട്ടൊന്ന് പോയേ. എന്നിട്ട് നമ്മൾ റെഡ് സ്ക്വയേഴ്സ് നമ്മൾ ഉണ്ടായിരുന്നു അല്ലേ. കുറേ പ്രാവശ്യം നമ്മൾ ആ പേര് പറഞ്ഞു. കുർണൂളും ബിംബേറ്റ്കയും പിന്നെ ഏതാ ഹൻസ്കിയും. ഇനി നമുക്ക് ആ ബ്ലൂ നോക്കാം. കണ്ടോ, കുറച്ച് ബ്ലൂ സ്ക്വയേഴ്സ് കണ്ടില്ലേ? ഏതൊക്കെയാണ് കാണുന്നത്? ഈ ബ്ലൂ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ആദ്യകാലത്തെ കർഷകരില്ലേ, കർഷകരുടെയും അതുപോലെ വളർത്തുകാരുടെയൊക്കെ തെളിവുകൾ ലഭിച്ച സ്ഥലമാണ്. ഇപ്പം നിങ്ങൾ ആ നോർത്ത് വെസ്റ്റിൽ നോക്കിയേ, മെഹ്ഗർഹ് ഉണ്ടോ? കൊള്ളാം അല്ലേ. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലല്ല കേട്ടോ, ഇതിപ്പോൾ പാകിസ്ഥാനിലാണുള്ളത്. അപ്പം ഈ മെഹ്ഗർഹ് നമ്മൾ നോർത്ത് വെസ്റ്റിൽ കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രൗണ്ടിൽ പിറ്റ്സ് ഉണ്ടാക്കിയെന്ന്, ബുർസാഹം കണ്ടോ, ജമ്മു കാശ്മീരിലെ ബുർസാഹം ഉണ്ട്. പിന്നെ നമുക്ക് ഈസ്റ്റിലും സൗത്ത് ഇന്ത്യയിലായിട്ട് മറ്റു കുറച്ച് പ്രധാനപ്പെട്ട സൈറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇപ്പം ഡൈജോളി ഹേഡിങ് ഉണ്ട്, ചിറാണ്ട് ഉണ്ട്, കോൾഡിവ ഉണ്ട്, പിന്നെ മഹാഗര ഉണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഏതാ?
ഉണ്ട്, പയ്യമ്പള്ളി, ഹല്ലൂർ, ഇങ്ങനെയുള്ള കുറച്ച് സൈറ്റുകൾ കൂടെ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ശാസ്ത്രജ്ഞരൊക്കെ ഇവിടെ നിന്ന് ഭയങ്കര കരിഞ്ഞ ധാന്യമണികളും മൃഗങ്ങളുടെ എല്ലുകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം അവിടെ വരാണ് നമ്മൾ പറഞ്ഞിരിക്കുക. നമ്മൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, കാരണം ഈ പേരുകളൊക്കെ നമുക്ക് അത്യാവശ്യം ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഇനി സ്റ്റാൻഡേർഡ് ബുക്സ് ഒക്കെ പഠിക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം ഒരുപാട് നമുക്ക് ഈ പേരുകളൊക്കെ കാണും. പലപ്പോഴും UPSC പറഞ്ഞ സൈറ്റുകളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ധാന്യങ്ങളൊക്കെ എന്താ, ഒരു മനഃപൂർവ്വം തീയിട്ടത്, നമ്മളിപ്പോൾ പറഞ്ഞ ഒരുപാട് തീയിട്ട ധാന്യങ്ങൾ കിട്ടിയാണ്. അപ്പോൾ ഒരു മനഃപൂർവ്വം തീയിട്ടതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ കൈകാണം തട്ടി കരിഞ്ഞു പോയതും ആവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ തെളിവുകൾ വഴിയാണ് നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ വിളകളാണ്, എന്തൊക്കെ ക്രോപ്സ് ആണ് കൃഷി ചെയ്തിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഈ മനുഷ്യർ ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയ തെളിവുകൾ ഈ ആർക്കിയോളജിസ്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് കാശ്മീരിലെ ബുർസാഹം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ബുർസാഹത്തെ പറ്റിയിട്ട്. അവിടെ ആളുകൾ എന്താ, പിറ്റ് ഹൗസസ് അല്ലെങ്കിൽ നിലത്ത് കുഴി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് താമസിച്ചിരുന്നത്. അപ്പം താഴേക്ക് ഇറങ്ങാൻ ഇവരെന്ത് ചെയ്യും, സ്റ്റെപ്പുകൾ ഉണ്ടാക്കും. താഴേക്ക് ഉണ്ടാക്കിയ പിന്നെ അവരെങ്ങനെ ഇറങ്ങാനാണോ, അപ്പോൾ അവരെന്ത് ചെയ്യും, താഴോട്ട് സ്റ്റെപ്പുകൾ ഉണ്ടാക്കും. അപ്പോൾ കാശ്മീരിൽ അപ്പോൾ ഈ കഠിനമായിട്ടുള്ള തണുപ്പിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടേണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ താഴേക്ക് കുഴി ഉണ്ടാക്കി വീടൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ്, കാശ്മീർ അത്ര കഠിനമായിട്ടുള്ള തണുപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പിറ്റ് ഹൗസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബുർസാഹം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റാണ്. എവിടെ ഉള്ളതാ, ജമ്മു കാശ്മീർ. അതെന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത്, പിറ്റ് ഹൗസസ്. മറക്കോ ഇനി, അത് മറക്കരുത്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കേണ്ടത്, ഈ വീടുകളുടെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഹേർട്സ് കാണാൻ പറ്റും, അതായത് അടുപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, കാലാവസ്ഥ അനുസരിച്ച് മഴയോ തണുപ്പോ അതുള്ളപ്പോൾ അവരെന്ത് ചെയ്യും, വീടിനുള്ളിലും, നല്ല കാലാവസ്ഥ ഉള്ളപ്പോൾ അവരെന്ത് ചെയ്യും, വീടിന് പുറത്തും ഭക്ഷണം പാകം ചെയ്യും. ഇപ്പം മഴയൊക്കെയാണ് അവർ അകത്ത് പാകം ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് പാകം ചെയ്യും. അങ്ങനെ പാർഷ്വാലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഞങ്ങൾ അകത്തേ ചെയ്യൂ എന്നൊന്നുമില്ല അവർക്ക്. ഞങ്ങൾ അകത്തും ചെയ്യും പുറത്തും ചെയ്യും, പക്ഷേ ആ ഒരു കാലാവസ്ഥ അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ പോലെ തന്നെ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നിയോലിത്തിക് ടൂൾസിനെ പറ്റിയാണ്. അപ്പം നമ്മൾ നേരത്തെ പാലിയോലിത്തിക് ആയുധങ്ങളെ കുറിച്ച് പഠിച്ചില്ലേ, അല്ലെ പാലിയോലിത്തിക് ടൂൾസിനെ പറ്റി പഠിച്ചില്ലേ. പക്ഷേ ഈ കാലഘട്ടത്തിലെ ആയുധങ്ങൾ കുറച്ചുകൂടി പരിഷ്കൃതമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ എന്ത് പറയുന്നത്, നിയോലിത്തിക് എന്ന് പറയുന്നത്. നിയോലിത്തിക് അതായത് അത്യാവശ്യം നല്ല പോളിഷ്ഡാണ്, അത്യാവശ്യം നല്ല മിനുസപ്പെടുത്തിയതാണ്. നല്ല മൂർച്ച ലഭിക്കാനായിട്ട് ഈ ആയുധങ്ങൾ അവർ തേച്ചങ്ങ് മിനുക്കും, നല്ല പോളിഷ്ഡാക്കും. അപ്പം അതുപോലെ നമ്മൾ ഈ മോട്ടറുകളും പെസ്റ്റിലുകളും ഒക്കെ അല്ലേ, മോട്ടർ എന്ന് പറഞ്ഞാൽ അമ്മിക്കല്ലുകളും ഉരലികളും എന്നൊക്കെ പറയും, അതില്ലേ, അത് ധാന്യങ്ങൾ പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ അവരെന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യും. ഏകദേശം ഒരു 5000 ഇയേഴ്സിന് ശേഷവും ഇന്നും നമ്മുടെ ഒരു കിച്ചണിലൊക്കെ നോക്കിയാൽ ഈ പറയുന്ന ചില വീടുകളിലാണെങ്കിലും നമുക്ക് ഈ ഒരു അമ്മിക്കല്ലൊക്കെ കാണാൻ പറ്റൂലേ. എല്ലായിടത്തൊന്നും ഇല്ലെങ്കിലും ചിലയിടത്തൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ പഴയ രീതിയിലുള്ള കല്ലായുധങ്ങളും പിന്നെ ഈ പറയുന്ന ബോൺസ് കൊണ്ടുള്ള ആയുധങ്ങളും ഒക്കെ എന്താണ് അവർ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അതൊന്നും അവർ വിട്ടുപോയില്ല. നമ്മൾ പറഞ്ഞില്ലേ, പഴയത് മറക്കുന്നവരല്ല നമ്മുടെ പഴയ പൂർവികർ എന്ന് പറയുന്നത്, നമ്മുടെ ഏൻഷ്യൻറ്റ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. അപ്പം അതാണ് അതിലൂടെ നമുക്ക് കിട്ടിയത്. പിന്നെന്താ, പിന്നെ നമ്മൾ വന്ന എന്തിലേക്കാണ്, ഈ ഇവരുടെ ഒരു പോട്ട്സും വീവിങ്ങും എങ്ങനെയാണെന്നുള്ള. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പോട്ട്സ് അല്ലെങ്കിൽ മൺപാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, ഭയങ്കര ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് അരി, ഗോതമ്പ്, പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് വേവിച്ച് കഴിക്കാനായിരിക്കും അവർ പാത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ആയിരിക്കും എന്നല്ല, അത് വേവിച്ച് കഴിക്കാനാണ് അവരെ യൂസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ എന്താണ് അവരുടെ ക്ലോത്തിൽ വന്ന വ്യത്യാസം? നേരത്തെ നമ്മൾ പറഞ്ഞു മൃഗത്തോൽ അല്ലെ, മൃഗത്തിൻ്റെ ആ ഒരു തോല്, ആനിമൽസിൻ്റെ ആ ഒരു സ്കിന്ന് യൂസ് ചെയ്ത് അവർ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതുമാത്രം യൂസ് ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങുക, വീവിങ്, തുണിയൊക്കെ നെയ്യാൻ തുടങ്ങുക. എന്തൊരു മാറ്റമല്ലേ. പിന്നെ ഈ പറയുന്ന കോട്ടൺ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ അവരുടെ ക്ലോത്തിങ്ങിലും ഒക്കെ എന്താ വലിയ മാറ്റം വന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്താ ഈ മാറ്റങ്ങൾ ഒരേ സമയമാണോ നടന്നേ? അല്ല. ഒരു വശത്ത് ചിലപ്പോൾ ആളുകൾ കൃഷിയിലേക്ക് മാറുമ്പോൾ മറുവശത്ത് നിന്ന് ഈ പറയുന്ന ഹണ്ടിങ് ചെയ്ത് ജീവിക്കുന്ന ആ സമയത്ത് ഉണ്ടാവും. എല്ലായിടത്തും ഒരേ സമയത്തല്ല, ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ചിലർ കാലാവസ്ഥ അനുസരിച്ച് കൃഷിയും ഈ ഹണ്ടിങ്ങും ഒക്കെ മാറി മാറി ചെയ്തു. അതായത് മാറ്റം വളരെ സാവധാനത്തിൽ സംഭവിച്ചാണ്. പെട്ടെന്ന് ഒരിടത്തൊരു സ്വിച്ച് ഇട്ട പോലെ ഞാൻ സ്വിച്ച് ഇട്ടു, പെട്ടെന്ന് എല്ലായിടവും മാറി, അങ്ങനല്ല, പതുക്കെ പതുക്കെ നടന്നൊരു സംഭവമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മളെന്താ പറയാൻ പോകുന്നത്, നമ്മൾ എവിടെയാണ് മെഹ്ഗർ എന്ന് പറയുന്നൊരു സ്ഥലത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്.
അപ്പം നിങ്ങളുടെ മാപ്പിൽ ഞാനിനി മേളിലോട്ട് നോക്കുന്നില്ല, നമ്മൾ നേരത്തെ ഒരു മാപ്പ് കണ്ടില്ലേ, മാപ്പ് 2 കണ്ടില്ലേ, അതിൽ നോർത്ത് വെസ്റ്റിൽ നമ്മൾ മെഹ്ഗർഹ് കണ്ട് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ പാകിസ്ഥാനിലാണെന്ന്. അപ്പോൾ ഇന്നത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നൊരു പ്രോവിൻസിലാണ് ഈ പറയുന്ന മെഹ്ഗർഹ് ഉള്ളത്. അപ്പോൾ ഇറാഖിലും അല്ലെങ്കിൽ ഇറാനിലേക്കും ഒക്കെ പ്രധാനപ്പെട്ട ഒരു പാതയാണ് ബൊലാൻ പാസ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ പാസിനെ പറ്റി, ബൊലാൻ പാസിനെ പറ്റി? കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഒന്ന് നോക്കുക കേട്ടോ, അറ്റ്ലസിലൊന്ന് നോക്കണം. ബൊലാൻ പാസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാഖിലേക്കും ഇറാനിലേക്കൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാതയാണ്. അപ്പോൾ ആ ഒരു പാസിനോട് അടുത്തുള്ള ഭയങ്കര ഫെർട്ടൈലായിട്ടുള്ള ഒരു പ്ലെയിനാണ് ഈ മെഹ്ഗർഹ് എന്ന് പറയുന്നത്. ഓഫ്, നമ്മൾ പ്ലെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഗംഗാ പ്ലെയിൻ അല്ലേ, പക്ഷെ മെഹ്ഗർഹ് നല്ല ഫെർട്ടൈലായിട്ടുള്ളൊരു പ്ലെയിനാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ഉപഭൂഖണ്ഡത്തിലൊക്കെ ആദ്യമായിട്ട് ഗോതമ്പ്, ബാർലി തുടങ്ങിയ സാധനങ്ങൾ കൃഷി ചെയ്തതും ആടുകളെയൊക്കെ വളർത്താൻ തുടങ്ങിയൊക്കെ ഇവിടെയാണെന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും പഴയ ഗ്രാമങ്ങളിലൊന്നാണ് ഇത് മെഹ്ഗർഹ് എന്ന് പറയുന്നത്. ഏറ്റവും ഏർലിയസ്റ്റ് വില്ലേജാണ് ഇത് മെഹ്ഗർഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഹ്ഗർഹിലെ വീടുകളൊക്കെ എങ്ങനെയായിരിക്കുന്നേ? ഇവിടുത്തെ വീടൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ രൂപത്തിലാണ്. ഇവിടുത്തെ വീടുകൾ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ രൂപത്തിലാണ്. ഓരോ വീടിനും എന്താണ് 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ചില മുറികൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നേരത്തെ റൈപ്പൻ ചെയ്തെടുത്ത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുത്ത ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോറേജ് ആയിട്ടായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതൊന്നും നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. സ്റ്റോറേജ് ആയിട്ടായിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഈ പറയുന്ന മെഹ്ഗർഹിൽ നിന്ന് ആർക്കിയോളജിസ്റ്റുകൾ ഒരുപാട് മൃഗങ്ങളുടെ എല്ലുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഈ പറയുന്ന മാൻ, കാട്ടുപന്നി ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ എല്ലുകളാണ് കൂടുതൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവർ അന്ന് വേട്ടയാടലിൽ ഏർപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അന്ന് അവർ ഈ പറയുന്ന ഹണ്ടിങ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീടുള്ള കാലഘട്ടത്തിൽ എന്താ, ഇവർ ഷീപ്പിനെയും ഗോട്ടിനെയും കാറ്റിനെയും അതിൻ്റെയൊക്കെ എല്ലുകൾ ധാരാളമായിട്ട് കണ്ടു തുടങ്ങി. അതായത് അവർ പതുക്കെ മൃഗങ്ങളെ വളർത്തുന്ന ഒരു സമൂഹമായിട്ട് മാറിയെന്ന് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇവരുടെ ഒരു ബെറിയൽ എങ്ങനെയാണെന്നറിയോ? അതായത് മെഹ്ഗർഹിലെ ആളുകൾ ആഫ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞാൽ ലൈഫ് ആഫ്റ്റർ ഡെത്ത് അതിൽ വിശ്വാസമുള്ള ആൾക്കാരാണ്. മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് അടിപൊളി ഒരു ജീവിതമുണ്ട്, അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആര്? ഈ മെഹ്ഗർഹിലെ ആൾക്കാർ. അപ്പോൾ അവർ ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിലൊക്കെ അത്യാവശ്യം വിശ്വാസമുണ്ട്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം എങ്ങനെയാണ് നമ്മളെങ്ങനെ അറിഞ്ഞു അവർക്കതിൽ വിശ്വാസം ഉണ്ടെന്ന്? അവർ നമ്മളോടൊന്ന് പറഞ്ഞോ? ഇല്ല. കാരണം അവിടെ നിന്ന് ലഭിച്ച ബെറിയലില്ലേ, അല്ലെങ്കിൽ ശവക്കല്ലറ, അതൊക്കെ അങ്ങനെയുള്ളതാണ്. മരിച്ചവരുടെ കൂടെ എന്ത് ചെയ്യും, അവരുടെ പ്രിയപ്പെട്ട വസ്തുക്കളും മൃഗങ്ങളും ഒക്കെ അടക്കം ചെയ്ത ഒരു രീതി അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ കൂടെ ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ചാണ് അടക്കം ചെയ്ത് വിടുന്നത്. അപ്പം ഒരു കല്ലറയിൽ മനുഷ്യ ശരീരത്തിനോടൊപ്പം ആടുകളെയും അടക്കം ചെയ്തതായിട്ടൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരു ലോകത്ത് ആ വ്യക്തിക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ ആടിനെ വിട്ടുകൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയാണ് ആർക്കിയോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, വിചാരിക്കുന്നത്, കരുതുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു ലാസ്റ്റ് ടോപ്പിക്കാണ്, ഒരു ചെറിയ ടോപ്പിക്കുണ്ട്. അതായത് കേവ് പെയിൻറ്റിങ്സ് ഇൻ ഫ്രാൻസ്. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോഴേ ഇതേ സമയത്ത് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് എന്താ നടന്നതെന്നും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ ഈ ഫ്രാൻസിൽ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ നിന്ന് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് 4 സ്കൂൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ ചേർന്ന് അത്ഭുതകരമായിട്ട് ഒരു ചിത്രം കണ്ടെത്തി, ഒരു പിക്ചർ കണ്ടെത്തി. ഏകദേശം 20,000 10,000 ഇയേഴ്സുകൾക്ക് മുമ്പ് വരച്ച ഈ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹോഴ്സ്, വൈൽഡ് ഹോഴ്സ്, അല്ലെങ്കിൽ ഓൾട്ടർ വൈൽഡ് ഫോം ഓഫ് കാറ്റ് അല്ലെങ്കിൽ വൂളി റൈനോസസ് അങ്ങനെയൊക്കെയുള്ള ആനിമൽസിൻ്റെ ഒരു പിക്ചേഴ്സാണ് നമുക്ക് അവർ അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അന്നത്തെ കാലത്തൊക്കെ പെയിൻറ്റും ബ്രഷും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാം. പെയിൻ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, വാട്ടർ കളർ ഉണ്ട്, എന്ത് കളറാണ് ഇല്ലാത്ത അല്ലേ, നല്ലതുണ്ട്. പക്ഷെ അവർക്ക് അന്നതൊക്കെ ഉണ്ടോ? അവർക്കല്ല. പകരം അവരെന്ത് ചെയ്യും, പകരം ഒരു ഓക്കർ മീൻസ് നമ്മൾ അതായത് ഈ പറയുന്ന ഓക്കറുണ്ട്, അല്ലെങ്കിൽ അതായത് ഈ പൂവിൻ്റെയൊക്കെ പൊടിയില്ലേ, ആ പൊടിയുടെയൊക്കെ ആ ഒരു കളറാണ് അവർ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അയൺ ഓർ അല്ലെങ്കിൽ ചാർക്കോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്തത്, നിറം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ചിത്രങ്ങൾ, ഈ പിക്ചേഴ്സ് എന്തിനായിരിക്കും അവർ വരച്ചത്? എന്തിനാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹണ്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും റിച്ചർ ഉണ്ടാവും, ഇങ്ങനെ വരച്ചിട്ടൊക്കെ പോവാൻ. ചിലപ്പോൾ നല്ലൊരു ആനിമലിനെയൊക്കെ കിട്ടിയാലോ, ഇന്ന് നല്ലപോലെ കഴിക്കാൻ പറ്റിയാലോ എന്നൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സെറമണിയൊക്കെ വരുമ്പോൾ വരച്ചതാകാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു സാധനം കേട്ടോ, ടർക്കി അവിടെ ഒരു കാറ്റൽ ഹൂക്ക് എന്ന് പറഞ്ഞിട്ട് നിയോലിത്തിക് സൈറ്റ് ഉണ്ട്. കാറ്റൽ ഹൂക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു നിയോലിത്തിക് സൈറ്റാണ്. അത് ചിലപ്പോൾ നമുക്ക് UPSC ചോദിക്കാൻ ചെയ്യുന്നത് കാറ്റൽ ഹൂക്ക് ഒരു നിയോലിത്തിക് സൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം NCERT പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മളങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക്
നമുക്ക് ടർക്കിലേക്കൊന്ന് പോവേ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നിയോലിറ്റിക് സൈറ്റിൽ ഒന്നാണ് ഈ പറയുന്ന കാറ്റൽ ഹുക്ക്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള പല സാധനങ്ങളൊക്കെ ഇവിടെ എത്തും. അപ്പോൾ സിറിയയിൽ നിന്ന് ഫ്ലിൻറ്റ് കല്ലുകൾ, സ്റ്റോൺസ് ഒക്കെ ഇവിടെ വരും. അതിൽ റെഡ് സീയിൽ നിന്നുള്ള കവറീസ്, അതായത് മുത്തുകളൊക്കെ വരും. മെഡിറ്ററേനിയൻ കടലിൽ നിന്നൊക്കെ ആണെങ്കിലോ ഷെല്ലുകൾ വരും. അതുപോലെ ഈ പറയുന്ന ട്രാവൽ വിത്തൗട്ട് വീൽസ്, ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നോ, അന്ന് ചക്രങ്ങളുള്ള വണ്ടി, അതായത് കാർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന കിലോമീറ്ററുകളോളം അകലെയുള്ള ഈ സാധനങ്ങൾ മനുഷ്യൻ തങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്തോ ചുമന്നാണ് ഈ പറയുന്ന ഈ നഗരത്തിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഷെല്ലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന കൗറീസ് ആണെങ്കിലും അവരെന്തിനായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഒരു പക്ഷേ ആഭരണങ്ങൾ ഉണ്ടാക്കാനാവാം, അല്ലെങ്കിൽ കൈമാറ്റത്തിനോ അല്ലെങ്കിൽ കറൻസി ആയിട്ടോ ഒക്കെ അവർ യൂസ് സാധനമായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ ഹണ്ടിങ് എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെ ഈ ഒരു ലെവലിൽ എത്തി, ആക്ച്വലി ഇറ്റ്സ് ഫാസിനേറ്റിംഗ് റൈറ്റ്. നമ്മൾ ഒരു ഭയങ്കര നമുക്ക് തോന്നില്ല, ഇത്രയും താഴെ നിന്ന് ആൾക്കാർ എത്ര മുകളിലാണ് എത്തിയത്. അതുപോലെ ആയിരിക്കും നമ്മുടെയൊക്കെ ലൈഫ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പറയുന്ന സിമ്പിൾ സാധനത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിച്ച് UPSC പ്രിലിംസ് പാസ്സാവുന്നു, മെയിൻസ് പാസ്സാവുന്നു, ഇൻ്റർവ്യൂ പാസ്സാവുന്നു, നമ്മൾ സിവിൽ സർവൻ്റ് ആയിട്ട് മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരിക്കും ആ ഒരു ജേണി. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്ത് രസമായിരുന്നു നമുക്ക് തോന്നില്ലേ? അപ്പം അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രോസസ്സിലൂടെയും കടന്നു പോകണം. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഓക്കെ, എപ്പോഴും നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അയ്യോ എല്ലാവർക്കും എല്ലാം അറിയാം, ഞാൻ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ നമ്മൾ എങ്ങും എത്തില്ല. പതുക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവാം. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. For more related contents, do like, share and subscribe.